ഇപ്പോൾ നമ്മളുടെ ഹംസ ഗുഹ്യം എന്ന ഈ ഏറ്റവും ഗുഹ്യമായ ഭഗവത് മനനാനുഭവത്തിൻ്റെ ഒരു ഒന്നാമത്തെ ആമുഖ ഘട്ടം നാം പര്യവസാനിപ്പിച്ചു. നമ്മളുടെ കയ്യിലുള്ള ഗ്രന്ഥത്തിലെ ലിഖിത പാഠത്തിലെ പോലെ തന്നെയാണ് ഗുണത്രയാഭാസ നിമിത്തബന്ധവേ എന്ന് തന്നെയാണ്. ഗുണത്രയങ്ങൾ, ആ ഗുണത്രയം മൂലം ഭാസിക്കുന്ന ജീവൻ, അതിന് നിമിത്തമായ പ്രകൃതി, ഗുണത്രയങ്ങൾ മൂലമുള്ള ആ ഗുണത്രയത്തിൻ്റെ നിമിത്തം കൊണ്ട് അത് ഒരുമിച്ച് ചേരുന്നത് കൊണ്ടുണ്ടാകുന്ന അതിൽ ഭാസിക്കുന്ന ജീവൻ, അതിന് നിമിത്തമായ പ്രകൃതി, അതിന് ബന്ധുവായിരിക്കുന്നവൻ എന്നർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ അടുത്ത വാക്കിലേക്ക് ബുദ്ധി എന്നുള്ളിടത്തേക്ക് ബന്ധു എന്നുള്ളത് ഞാൻ കൂട്ടി അന്വയിച്ചു പോയതാണ്. പക്ഷെ ആശയപരമായി നമുക്ക് തെറ്റുപറ്റില്ല. കാരണം കൃത്യമായ ക്ലാരിറ്റിയോടുകൂടെ തന്നെയാണ് വേദാന്തത്തിലെ ആശയങ്ങളെ നമുക്ക് ഒരിക്കലും ആശയങ്ങളെ അന്വയിക്കുന്നതിൽ തെറ്റുവരില്ല. ആശയം അത് തന്നെയാണ്. ഗുണത്രയാഭാസ നിമിത്ത ബന്ധവേ. അടുത്തതിലാണ് ഗുണതത്വ ബുദ്ധിഭിർ നിവൃത്തമാനായ. ഗുണതത്വങ്ങളിൽ, ഗുണത്തിലും അതിൻ്റെ തത്വങ്ങളിലും ബുദ്ധി വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അദൃഷ്ടധാംനേ, അവർക്ക് അദൃഷ്ടനാണ്, അവർക്ക് ലഭ്യമാകാത്തവനാണ് ഭഗവാൻ. ഗുണതത്വ ബുദ്ധിഭിർ അദൃഷ്ടധാംനേ. ആർക്കാണ് ഭഗവാൻ അദൃഷ്ടനാകുന്നത്? ഗുണതത്വ ബുദ്ധിയുള്ളവർക്കാണ് ഭഗവാൻ അദൃഷ്ടധാമം ആകുന്നത്. ഗുണങ്ങളിൽ തത്വബുദ്ധിയുള്ളവൻ, ഗുണങ്ങളും അവരുടെ സംഘാതം മൂലമുണ്ടാകുന്ന ഈ പ്രപഞ്ചവുമാണ് സത്യം എന്ന് ധരിക്കുന്നവർക്ക് ഭഗവാനെ ദർശിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള സ്വയംഭുവേ നമ എന്ന ഒന്നാമത്തെ മന്ത്രം കൊണ്ട് ദക്ഷ പ്രജാപതി തൻ്റെ ആത്മസ്വരൂപത്തെ സ്തുതിക്കുന്നു. വീണ്ടും വീണ്ടും നമ്മൾ മനനം ചെയ്ത് ഉറപ്പിക്കേണ്ട ഒരു വസ്തുത, ഇത് മറ്റെവിടെയോ ഇരിക്കുന്ന ഒരു ഈശ്വരനെ അല്ല സ്തുതിക്കുന്നത്, ഇത് തനിക്ക് മുന്നിൽ പ്രത്യക്ഷനാകുന്ന ഈശ്വരനെയുമല്ല സ്തുതിക്കുന്നത്. കാരണം മുന്നിലെന്നും അകത്തെന്നും പുറത്തെന്നും ഭേദമില്ലാത്തിടത്ത് സർവവ്യാപി എന്ന് പറഞ്ഞ ഒരു തത്വത്തിന് അകമെന്നോ പുറമെന്നോ മുന്നിലെന്നോ പിന്നിലെന്നോ നമുക്ക് വ്യവച്ഛേദിക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ താൻ തന്നെയായ തത്വത്തെയാണ് ദക്ഷ പ്രജാപതി സ്തുതിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലും ഒക്കെ ഭഗവാൻ പ്രത്യക്ഷനായി എന്ന് നാം പ്രയോഗത്തിന് വേണ്ടി പറയാറുണ്ട്. അയാളുടെ മുന്നിൽ, ധ്രുവന്റെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷനായി, ദക്ഷന്റെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷനായി എന്ന് നമ്മൾ പ്രയോഗം അങ്ങനെ ആയതുകൊണ്ട് പ്രത്യക്ഷീഭവിച്ചു എന്ന് പറയാറുണ്ട്. വാസ്തവത്തിൽ അത് മുന്നിൽ പ്രത്യക്ഷമായി എന്നോ പുറത്ത് പ്രത്യക്ഷമായി എന്നോ മാത്രം അതിന് പരിമിതമായ അർത്ഥമെടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഗുരുക്കന്മാർ നമ്മളോട് പറയാറുണ്ട്. പ്രത്യക്ഷമായി എന്നതിന് ആ തത്വത്തിൻ്റെ ആത്മാനുഭവം അയാളിൽ സംഭവിച്ചു എന്നതാണ്. പ്രത്യക്ഷമെന്ന, മുന്നിൽ വരിക എന്ന, ഇന്ദ്രിയങ്ങൾക്ക് പാത്രീഭവിക്കുക എന്ന അർത്ഥം ഒരിക്കലും എടുക്കാൻ സാധിക്കില്ല. കാരണം ഇന്ദ്രിയവേദ്യനല്ല എന്ന് പലതവണ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ദ്രിയവേദ്യനല്ല എന്ന് പലതവണ നമ്മോട് ഉറപ്പിച്ച ഒരു വസ്തു, ആ വാക്ക് അതാ നമ്മൾ പലപ്പോഴും ഇതിനെ പ്രയോഗിക്കേണ്ടി വരുമ്പോൾ പദങ്ങൾ അപ്രസക്തങ്ങളാവുകയും പദങ്ങൾ പ്രയോഗിക്കേണ്ടിടത്ത് എങ്ങനെയാ പ്രയോഗിക്കുക എന്നറിയാം. അത് ഋഷിക്കേ പദം പ്രയോഗിക്കാൻ സാധിക്കൂ. ഋഷി ഉപയോഗിച്ച പദം മാത്രമേ ഇതിന് യോജിക്കൂ. നാം എത്രയൊക്കെ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ പദങ്ങൾ തോറ്റു പിന്മടങ്ങുന്ന അവസ്ഥ വന്നു ചേരും. പക്ഷെ ഋഷിയുടെ മുന്നിൽ പദങ്ങൾ എന്നെ ഒന്ന് പ്രയോഗിക്കൂ. വേദവ്യാസ ഭഗവാനെ പറ്റി പറയും. സരസ്വതീ ദേവി അതാ വ്യാസഗുഹ എന്നൊക്കെ പറയുന്ന സ്ഥലമില്ലേ ബദരീനാഥിൽ, അവിടെ ഒന്ന് ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാവും. വേദവ്യാസ ഭഗവാന്റെ മുന്നിൽ സരസ്വതീ ദേവി, അതായത് ഭാഷ, ഭാരതി
വന്നിട്ട് ഇനിയും പ്രകാശന സാധ്യത കാത്തു കിടക്കുന്ന, അത് സംസ്കൃത ഭാഷയിലാണത് ഏറ്റവും വിപുലമായിട്ടുള്ളത്. ഇന്നേ വരെ മനുഷ്യൻ പ്രയോഗിച്ചിട്ടില്ലാത്ത അത്യപൂർവമായ പ്രകാശന സാധ്യത കാത്തു കിടക്കുന്ന പദങ്ങൾ വന്ന് എന്നെ ഒന്ന് പ്രയോഗിച്ച് സഫലമാക്കൂ. എൻ്റെ ഒരു പദത്തിന്റെ ഏറ്റവും വലിയ, ഒരു വാക്കിന്റെ ഏറ്റവും വലിയ ധന്യത എന്ന് പറയുന്നത് ഒരു ഋഷിയുടെ തൂലികയിലൂടെ പുനർജനിക്കുക എന്നത് തന്നെയാണ്. ഒരു മഹാകവിയുടെ തൂലികയിലൂടെ പുനർജനിക്കാൻ സാധിക്കുക എന്നത് ഒരു പദത്തിന് കിട്ടുന്ന, ഒരു വാക്കിന് കിട്ടുന്ന ഏറ്റവും വലിയ ധന്യതയാണ്. അപ്പോ വേദവ്യാസ ഭഗവാന്റെ മുന്നിൽ സാക്ഷാൽ ഭാരതി വന്ന് എന്നെ ഒന്ന് പ്രയോഗം കൊണ്ട് ധന്യമാക്കൂ എന്ന് പദങ്ങൾ വന്ന് വരി നിന്നത്രേ എന്നൊരു ഭാവനയുണ്ട്. പക്ഷേ നമ്മളൊക്കെ പരിമിതരായതുകൊണ്ട് നമ്മൾ എത്ര എടുത്തെടുത്തുപയോഗിച്ചാലും ആ വാക്കിനൊരു ആ വാക്കിന്റെ അർത്ഥം പൂർണ്ണമാവുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷപ്പെട്ടു എന്നതിന് ബാഹ്യമായ ഒരു പ്രത്യക്ഷപ്പെടൽ, ഒരു ഈശ്വരനും നമ്മുടെ മുന്നിൽ ഈ കലണ്ടറുകാർ വരച്ചേക്കണ പോലെ വന്ന് നിൽക്കില്ല എന്ന് നമുക്കറിയാലോ. കലണ്ടർ അല്ലെങ്കിൽ ഏതോ ഒരു മഹാനായ ഒരു വലിയ ചിത്രകാരൻ പ്രതീകങ്ങളായി സങ്കല്പിച്ച ഭാരതത്തിന്റെ ഈശ്വര സങ്കല്പത്തെ, ആ പ്രതീകങ്ങളെയൊക്കെ നമുക്കറിയാവുന്ന വസ്തുക്കളെ ചേർത്ത് വെച്ചുകൊണ്ട്, പ്രകൃതിയിൽ നിന്നും കിട്ടിയ വസ്തുക്കളെ ചേർത്ത് വെച്ചുകൊണ്ട്, നമുക്കറിയാവുന്നത് മനുഷ്യരൂപമാണ്. അപ്പൊ നമ്മുടെ ഈശ്വരന് നമ്മൾ മനുഷ്യന്റെ രൂപം കൊടുത്തു. നമുക്കറിയാവുന്ന രൂപം കൊടുത്തുകൊണ്ട്, നാം കണ്ടുപരിചയിച്ച രൂപം കൊടുത്തുകൊണ്ട് ഒരു ചിത്രകാരന്റെ അല്ലെങ്കിൽ ഒരു സാധകന്റെ ഉള്ളിൽ തെളിഞ്ഞ ഈശ്വര പ്രതീകങ്ങളെ നാം മനുഷ്യാകാരം കൊടുത്ത് അവതരിപ്പിച്ചപ്പോൾ അങ്ങനെ ഒരു ഈശ്വരനല്ല നമ്മുടെ മുന്നിൽ പ്രത്യക്ഷനാകുന്നത്. മറിച്ച് അത് ഒരു സാധകന്റെ ആത്മാനുഭവത്തിൻ്റെ, ഒരു സാധകന്റെ ഉള്ളിലുണ്ടാവുന്ന സംതൃപ്തിയാണ് അയാളുടെ ഈശ്വരാനുഭവത്വത്തിന് നിദാനം. ഈ മനനഭാഗങ്ങൾ വായിച്ച്, ഈ മനനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം തൃപ്തനാകുന്നുണ്ടോ? ശ്രീനാരദൻ ഭക്തിസൂത്രത്തെ വ്യാഖ്യാനിച്ചപ്പോൾ ഭക്തന്റെ ലക്ഷണത്തെ മനോഹരമായ ചില വാക്കുകളിലൂടെ പറഞ്ഞു. പക്ഷേ അതിലൊരു വാക്ക് തൃപ്തോ ഭവതി, യല്ലബ്ധ്വാ പുമാൻ തൃപ്തോ ഭവതി, ആത്മാരാമോ ഭവതി. ഏതൊരു തത്വത്തെ ലഭിച്ചാലാണോ മനുഷ്യൻ തൃപ്തനാകുന്നത്, സ്വസ്ഥനാകുന്നത്, ആത്മാരാമനാകുന്നത്, പിന്നെ വേറെ ഈ ലോകത്തിൽ രമിക്കാൻ ഒന്നുമില്ലെന്ന് മനസ്സിലാവുകയും അവനവനിൽ തന്നെ ഇങ്ങനെ രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഒരാൾക്ക് എപ്പോഴാണോ ഉണ്ടാവുന്നത്, അതാണ് അയാളുടെ ഈശ്വരാനുഭവം. അങ്ങനെ ഒരാളുടെ കാഴ്ചയിൽ ഈ പ്രപഞ്ചം മുഴുവനും ഈശാവാസ്യമായിരിക്കും. ഋഷിക്ക് അങ്ങനെ, ഋഷിയുടെ അനുഭവത്തിൽ നിന്നും അങ്ങനെ ഒരു ഉപനിഷത്ത് പിറന്നു വീണത്, ഉപനിഷത്ത് വാക്യമായി ഈശാവാസ്യമിതം സർവം എന്ന് ഒരു മഹാഋഷിക്ക് എഴുതാൻ സാധിച്ചത്, അല്ലെങ്കിൽ അനുഭവിക്കാൻ സാധിച്ചത് ഉള്ളിലുണ്ടായ ഈ നിർവൃതിയിൽ നിന്നാണ്. എല്ലാ ഉപനിഷത്തുകളും, ഭാഗവതാദി പുരാണങ്ങളൊക്കെ നിർവൃതിയുടെ ഗീതങ്ങളാണ്, തൃപ്തിയുടെ ഗീതങ്ങളാണ്, ആത്മാരാമന്റെ ഉള്ളിൽ നിന്നും ഉണ്ടായ സ്വാനുഭവത്തിന്റെ ഗീതങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രങ്ങളിലൂടെ മനനം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലും അങ്ങനെ ഒരു ആനന്ദാനുഭവം ഉണ്ടാവട്ടെ, ഒരു തൃപ്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 23-ാമത്തെ മന്ത്രം ചൊല്ലിയിട്ട് നമുക്ക് 24-ലേക്ക് പ്രവേശിക്കാം. നമഃ പരായാവി തഥാനുഭൂതയേ ഗുണത്രയാഭാസ നിമിത്തബന്ധവേ അദൃഷ്ടധാംനേ ഗുണതത്വബന്ധുഭിർ ഗുണതത്വബുദ്ധിഭിർ നിവൃത്തമാനായ ദധേ സ്വയംഭുവേ. ആ സ്വയംഭു
എന്ന ഭാവത്തിൽ ആ ചൈതന്യത്തെ നമിച്ചുകൊണ്ട് ദക്ഷ പ്രജാപതി തൻ്റെ ഉള്ളിൽ നിറയുന്ന ഈശ്വരാനുഭവത്തെ മറ്റ് ചില വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ പരിമിതങ്ങളായ ചില വാക്യങ്ങളെ കൊണ്ട് വീണ്ടും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ തൊട്ടു മുന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ദേഹത്തിൽ ആത്മബുദ്ധിയുള്ളവൻ അഥവാ ദേഹം, അതിൻ്റെ അനുഭവങ്ങൾ, അതിലൂടെ ഉണ്ടാവുന്ന ലോകാനുഭവം, അതാണ് സത്യം എന്ന് വിചാരിക്കുന്നവർക്ക് അദൃഷ്ടധാമാവാണ് ഭഗവാൻ. അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ എപ്പോഴും അപ്രാപ്യനാണ്. ദേഹത്തിൻ്റെ തലത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ഭഗവാൻ എപ്പോഴും അപ്രാപ്യനാണ്. ആ പറഞ്ഞതിനെ ഒന്നുകൂടി ദൃഢീകരിച്ചുകൊണ്ട്, ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് അടുത്ത ശ്ലോകം പറയുന്നു. ന യസ്യ സഖ്യം പുരുഷോവൈതി സഖ്യുഹു സഖാ വസൻ സംവസത പുരേസ്മിൻ ഗുണോ യഥാ ഗുണിനോ വ്യക്തദൃഷ്ടേഃ തസ്മൈ മഹേശായ നമസ്കരോമി. ഒരിക്കൽ കൂടി. നയസ്യ സഖ്യം പുരുഷോ അവൈതി സഖ്യുഹു സഖാ വസൻ സംവസത പുരേസ്മിൻ ഗുണോ യഥാ ഗുണിനോ വ്യക്തദൃഷ്ടേ തസ്മൈ മഹേശായ നമസ്കരോമി. വീണ്ടും ഒരു നമസ്കാരം തന്നെയാണ്. തസ്മൈ മഹേശായ നമസ്കരോമി. ആ മഹേശ്വരനായിക്കൊണ്ട്, ആ മഹതായ കർമ്മങ്ങൾ ചെയ്യുന്ന ഈശ്വരനായിക്കൊണ്ട്, ആ പ്രപഞ്ചകാരണമായ പ്രപഞ്ചത്തിൻ്റെ ഈശിത്വം, ആ പ്രപഞ്ചനാഥനായിക്കൊണ്ട് തസ്മൈ നമസ്കരോമി, അവനായിക്കൊണ്ട് നമസ്കരിക്കുന്നു. വളരെ രസകരമായിട്ടുള്ള, വളരെ കൗതുകമായിട്ടുള്ള ഒരു അനുഭവത്തെയാണ് ഇവിടെ ദക്ഷ പ്രജാപതി വർണ്ണിക്കുന്നത്. അസ്മിൻ പുരേ, അസ്മിൻ പുരേ സംവസതഃ, ഈ പുരത്തിൽ, നവദ്വാരേ പുരേ ദേഹി നൈവ കുർവൻ ന കാരയൻ എന്നൊക്കെ ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മനോഹരമായ ഒരു പുരമാണ്. എല്ലാ അനുഭവങ്ങൾക്കും സാധ്യതയുള്ള ഒരു പുരമാണ്. ഭാഗവതം പല കഥകളിലൂടെ, പല പ്രതീകാത്മകമായ കഥകളിലൂടെ ഒക്കെ ഈ പുരത്തിൻ്റെ പ്രത്യേകത നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുരം എന്ന് പറയുന്നത് രുധിരാസ്തിമാംസത്താൽ പരിതാപ ദുർഗന്ധപുരിയെ സംരക്ഷിക്കുന്നു. രാമകൃഷ്ണദേവന്റെ മുമ്പിൽ വിവേകാനന്ദ സ്വാമികൾ പാടിയ മനോഹരമായ ഒരു ഭജനിലെ ഒരു വരികളായിരുന്നു ഇത്. രുധിരം, അസ്ഥി, മാംസം ഇവയൊക്കെ കൊണ്ട് നിറച്ച് ഉണ്ടാക്കിയ ഒരു പുരി, അതിനെ മനുഷ്യൻ ഏറ്റവും മനോഹരമായി സംരക്ഷിച്ചു കൊണ്ട് പോരുന്നുണ്ട്. ഈ പുരേ, പക്ഷേ ആ പുരത്തിന്, പുരമെല്ലാം ഭംഗിയായി നാം സംരക്ഷിച്ചു വെക്കുന്നു. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് പുരിനാഥനെ അറിയുന്നില്ല. ഈ പുരിയുടെ ഒരു ഉടമസ്ഥനുണ്ട്. ആ പുരിനാഥനെ പലപ്പോഴും നാം അറിയാതെയും പോകുന്നു. എന്തായാലും നമുക്ക് നോക്കാം. അസ്മിൻ പുരേ, ഈ പുരത്തിൽ, സംവസതഃ, ഈ പുരത്തിൽ വസിക്കുന്ന, ഈ പുരം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ട് അതിൻ്റെ നാഥനായി സംവസതഃ വസിക്കുന്ന, സഖ്യുഹു സഖാവായ, യസ്യ ഏതൊരാളാണോ ഈ ശരീരത്തിൽ വസിക്കുന്ന, ശരീരത്തിൻ്റെ സ്വാമിയായ ജീവൻ, തനിക്ക്
രണ്ട് തരത്തിലുള്ള അനുഭവങ്ങളെയും ഉണ്ടാക്കിത്തരുന്ന ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ രണ്ട് അനുഭവങ്ങളാണ് ഉണ്ടാവാനുള്ളത്. ഒന്ന് ഭോഗവും ഒന്ന് അപവർഗവും. ഭോഗത്തിനും കാരണം ഈ ശരീരത്തിൽ ജീവിക്കുന്ന ജീവനാണ്, ഭോഗമനുഭവിക്കുന്നതും ജീവനാണ്, ഇതിനെ മോക്ഷത്തിലേക്ക് കടത്തുന്നതും ഈ ജീവൻ തന്നെയാണ്. അപ്പോ ഒരാളുടെ ഭോഗത്തിനും മോക്ഷത്തിനെയും സാധിപ്പിക്കുന്ന, ഈ ശരീരത്തിന്റെ സ്വാമിയായിരുന്നു കൊണ്ട് ഭോഗാപവർഗങ്ങളെ സാധിപ്പിക്കുന്ന, ഭാരതത്തിലെ എല്ലാ ദാർശനിക ചിന്തകളും ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ഈ ഭോഗ അപവർഗ സാധനമാണ് എന്നുള്ളത്. ഒരേ ഇടത്തിൽ നിന്ന് തന്നെയാണ് ഭോഗവും അപവർഗവും മോക്ഷവും നാം നേടുന്നത്. അങ്ങനെ ഈ ശരീരത്തിൽ, ഈ പുരത്തിൽ വസിക്കുന്ന ജീവൻ തനിക്ക് ഭോഗത്തെയും മോക്ഷത്തെയും സാധിപ്പിക്കുന്ന ഒരു പരമസഖാവായ, പരമസുഹൃത്തായ, തൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായ, തന്നോട് ഏറ്റവും ചേർന്നു നിൽക്കുന്ന ഈ പുരുഷൻ ചെയ്യുന്ന സഹായം പലപ്പോഴും അറിയാതെ പോകുന്നു. ഈ പരമമായ തത്വം, തനിക്ക് ഭോഗത്തെയും മോക്ഷത്തെയും സാധിപ്പിച്ചു തരുന്ന ഈ പരമമായ സുഹൃത്ത് ചെയ്യുന്ന ഈ സഹായത്തെ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. സഖ്യം എന്ന് പറയുന്നത് ഈ ജീവനും പരമചൈതന്യവുമായുള്ള ഒരു വലിയ സഖ്യത്തെ, ഈ ശരീരത്തിൽ പെട്ടിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും നാം ഇതിനപ്പുറത്തേക്ക് ഒരു തത്വമുണ്ട് എന്ന്, ഇതിനപ്പുറത്തേക്ക് ഈ ദേഹത്തിൻ്റെ എല്ലാ പരിമിതികളിലും പെട്ടുകൊണ്ട് നാം ഈ ദേഹമാണ് എന്ന് ധരിച്ച്, ഈ ദേഹത്തിൻ്റെ ആചാര്യന്മാരൊക്കെ എപ്പോഴും പറഞ്ഞു തരാറുള്ള ഒരു ഉദാഹരണം ഇല്ലേ നമുക്ക്, ഈ തേങ്ങയുടെ ഉള്ളിൽ കിടക്കുന്ന, തേങ്ങയോട് അങ്ങേറ്റം ചിരട്ടയോടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ ആ തേങ്ങയ്ക്കുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും അതിനുള്ളിലുള്ള സാരത്തെയും ബാധിക്കും. പക്ഷേ പതുക്കെ 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 അതിന് അനുകൂല സാഹചര്യം ഉണ്ടായാൽ അതിൽ നിന്നും ജീവന്റെ അടുത്ത മുള പൊട്ടിക്കൊണ്ടിരിക്കും. അത് തേങ്ങയായി തീരും, തെങ്ങായി തീരും. അതിനെ ഭൂമിക്കടിയിലേക്ക് കൊണ്ടുപോയാൽ, അതിനെ ഈർപ്പം കൊടുത്താൽ, അതിന് വളരാനുള്ള സാഹചര്യം അനുവദിച്ചു കൊടുത്താൽ അത് അടുത്ത വാസനയുടെ പുതിയ മുളകളെ ഉണ്ടാക്കിക്കൊണ്ട് അത് അടുത്ത ചക്രത്തിലേക്ക്, അടുത്ത കർമ്മത്തിലേക്ക് പ്രവേശിച്ച ആ തേങ്ങ തെങ്ങായി പരിണമിക്കും. പക്ഷേ അതിനെ തപിപ്പിച്ചാൽ, അതിനെ ഒരു ചൂടുള്ള സ്ഥലത്തിട്ടാൽ മതി, ചൂടുള്ള എവിടെയെങ്കിലും ഒന്ന് മാറ്റി വെച്ചാൽ അതിനൊരു താപമുണ്ടാകുമ്പോൾ, അതിന് ധ്യാനത്തിലൂടെ, തപസ്സിലൂടെ, മന്ത്രജപത്തിലൂടെ, ഉപാസനയിലൂടെ അതിനെ തപിപ്പിച്ചാൽ പതുക്കെ 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 അത് അതിൻ്റെ ബന്ധം വിട്ട് 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 വരികയും അത് അതിൻ്റെ ഉള്ളിൽ സ്വതന്ത്രമാവുകയും ചെയ്യും. അപ്പൊ അത്യന്ത താദാത്മ്യം നിമിത്തം ജീവൻ അതിൻ്റെ ഏറ്റവും പരമമായ സാധ്യതയായ അതിൻ്റെ ഈ അംശം താൻ എവിടെ നിന്നാണ് വന്നത് എന്ന്, താൻ എന്തിൻ്റെ ഭാഗമാണ് എന്ന്, താൻ ഏതൊരു തത്വത്തിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയാതെയാണ് ഈ ജീവൻ ദേഹാത്മബുദ്ധിയിൽ പെട്ടിട്ട് അതിൻ്റെ പരമമായ തത്വത്തെ അറിയാതെ ജീവിക്കുന്നത്. അപ്പൊ ഈ ശരീരത്തിൽ വസിക്കുന്ന ജീവൻ തനിക്ക് ഭോഗത്തെയും മോക്ഷത്തെയും സാധിപ്പിക്കുന്ന ഈ ഏറ്റവും അടുത്ത സുഹൃത്ത് ചെയ്യുന്ന സഹായത്തെ അറിയാതെ ഈ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തികളിൽ ഇങ്ങനെ അഭിരമിച്ചുകൊണ്ട് പരമമായ സുഖത്തെ, പരമമായ ഒരു തത്വമുണ്ട് എന്ന് അറിയുന്നില്ല. ഉപനിഷത്ത് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്, നമുക്കെല്ലാവർക്കും പലതവണ നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും. പരാഞ്ചിഖാനി വ്യതൃണത് സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി നാന്തരാത്മൻ. നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം തന്നെ പരാഞ്ചിഖാനി, ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഇന്ദ്രിയവും ഉള്ളിലേക്ക് നോക്കാനുള്ള സ്ട്രക്ചറേ അതിനില്ല. ഈ പ്രമാണങ്ങളിലൂടെ മുഴുവനും നമ്മളെല്ലാവരും അനുഭവങ്ങളിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ അനുഭവങ്ങളും നമുക്ക് സുഖം തരുന്ന അനുഭവങ്ങളാണ്, എല്ലാ അനുഭവങ്ങളും നമുക്ക് ഭോഗം തരുന്ന അനുഭവങ്ങളാണ്, എല്ലാ അനുഭവങ്ങളും നമ്മളെ സുഖിപ്പിക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ള അനുഭവങ്ങളാണ്. അതുകൊണ്ട് പരാഞ്ചിഖാനി, അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് നോക്കുന്നു. തസ്മാത്
പരാങ് പശ്യതി ന അന്തരാത്മൻ. അതുകൊണ്ട് നാം പുറത്തേക്ക് മാത്രമേ നോക്കുന്നുള്ളൂ, ന അന്തരാത്മൻ. അവിടെയാണ് ഭാഗവതം, ഭഗവത്ഗീത തുടങ്ങിയവരുടെ ഉപാസകരുടെ തലത്തെക്കുറിച്ച് ആചാര്യന്മാർ സൂചിപ്പിക്കുന്നത്. കശ്ചിത് ധീരഃ പ്രത്യഗാത്മാനമൈച്ഛത് ആവൃത്തചക്ഷുഃ അമൃതത്വമിച്ഛൻ. അങ്ങനെ പുറത്തേക്ക് മാത്രം നോക്കാനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ ലോകത്ത് പുറത്തു നിന്നുള്ള അനുഭവങ്ങളെ മുഴുവനും സ്വാധീനിച്ച് സ്വാംശീകരിച്ച് ഇങ്ങനെ അനുഭവങ്ങളുടെ ലോകത്തിൽ രാജാക്കന്മാരായി ജീവിച്ചുകൊണ്ട് തങ്ങളാണ് ഈ ലോകത്തിന്റെ നേതൃത്വം എന്ന് അഭിമാനത്തോടെ ജീവിക്കുന്ന ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ഇടയിൽ ചിലരുണ്ടാകും. കശ്ചിത് ധീരഃ, വളരെ 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 പരിമിതമായ ബോധമുദിച്ച ചിലരുണ്ടാകും. അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണവർ. ആ കശ്ചിത് ധീരഃ, അവരൊരു സംഘം ഉണ്ടാവുമെന്നൊന്നും ഒരിക്കലും ഉപനിഷത്ത് വിശ്വസിക്കുന്നില്ല. അറിവിന് യോഗ്യതയുള്ളവരായി ഒരു വലിയ സംഘത്തെ സൃഷ്ടിക്കാമെന്ന് ഒരിക്കലും ഉപനിഷത്ത് കരുതുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അതിന് ഗുഹ്യമായ ശാസ്ത്രം. അടുത്തിരുന്ന് പറയേണ്ട കുറച്ചു പേര് മതി, അടുത്തിരുന്ന് കേൾക്കേണ്ട കുറച്ചു പേര് മതി. അല്ലെങ്കിൽ അത് അടുത്തിരുന്നാണ് കേൾക്കേണ്ടത്. അടുത്തിരുന്ന് എന്നതിന് ഭൗതികമായ അടുത്തിരിക്കൽ മാത്രമല്ല, ആശയങ്ങളും യോജിക്കുന്നിടത്ത് ഉള്ള ഒരു അടുത്തിരിക്കലില്ലേ, ഏറ്റവും പ്രിയപ്പെട്ടവരോടൊത്തിരിക്കുന്ന, ഏറ്റവും യോജിക്കാവുന്നവരോടൊപ്പം ഇരിക്കുന്ന ഒരു അടുത്തിരിക്കലില്ലേ, ഈ അടുത്തിരിക്കുന്നവരെയാണ് കശ്ചിത്. ആ കശ്ചിത് എന്ന ആ കുറച്ചു പേരെ ഉപനിഷത്ത് വിളിച്ചത് ധീരൻ എന്നാണ്. കശ്ചിത് ധീരഃ. ആരാണ് ധീരൻ? ഭാഷയിൽ നമ്മൾ ധീരൻ എന്നുള്ള വാക്കിന്റെ പദമേ ലോപിച്ചു പോയിരിക്കുന്നു, അതിന്റെ അർത്ഥസാധ്യതയെ ലോപിച്ചു പോയിരിക്കുന്നു. ആൾക്കാരുടെ മുന്നിൽ ഞാൻ വലിയ ആളാണേ എന്ന് കാണിക്കുന്നവനെ നമ്മൾ ധീര എന്ന് വിളിച്ചു പോയി. പക്ഷേ ധീരൻ, ആത്മജ്ഞാനിയെ ഭാരതം വിളിച്ച വാക്കാണ് ധീരൻ എന്ന്. ഉപനിഷത്ത് പ്രയോഗിച്ച വാക്കാണ് ധീരൻ എന്ന്. ഭഗവത്ഗീത പ്രയോഗിച്ച വാക്കാണ് ധീരൻ എന്ന്. അപ്പോ കശ്ചിത് ധീരഃ പ്രത്യഗാത്മാനമൈച്ഛത് ആവൃത്തചക്ഷുഃ അമൃതത്വമിച്ഛൻ. ആവൃത്തചക്ഷുസ്സായി അമൃതത്വം കാംക്ഷിച്ചിരിക്കുന്ന, അമൃതത്വത്തിലേക്ക് ആഗ്രഹിക്കുന്ന ചിലർ ഈ ദേഹത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന, ഈ ദേഹാനുഭവത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ വ്യക്തിയെ മോചിപ്പിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്നു. അപ്പൊ ഈ പരമസഖ്യം എന്ന് പറയുന്നത് ഈ അത്യന്ത താദാത്മ്യം കൊണ്ട് തനിക്കെപ്പോഴും സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന തൻ്റെ പരമസുഹൃത്തിന്റെ, തന്നെ മോക്ഷത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ഒരു സുഹൃത്ത് തൻ്റെ കൂടെയുണ്ട് എന്ന് തിരിച്ചറിയാതെ ഈ ബന്ധനത്തിൽ പെട്ടുപോകുന്നവരോടാണ് കൃത്യമായി സംസാരിക്കുന്നത്. ഈ ഇന്ദ്രിയങ്ങളെയും ഈ വിഷയങ്ങളെയും അനുഭവിച്ചുകൊണ്ട് പരമതത്വത്തെ അറിയാതെ പോകരുത്, ജീവന്റെ ആത്യന്തികമായ ലക്ഷ്യത്തെ അറിയാതെ പോകരുത് എന്ന് പറയുന്നത്. OV വിജയന്റെ ഒരു സ്വാനുഭവത്തെ അദ്ദേഹം വർണ്ണിക്കുന്ന മനോഹരമായ ഒരു ലഘുകൃതിയുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളിലും അദ്ദേഹത്തിന്റെ ഒരു മലയാളം കണ്ട ഒരു ദാർശനികനായ എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളിലും അദ്ദേഹത്തിന്റെ ജീവിത ദർശനമുണ്ട്. പക്ഷേ ഒരു ചെറിയ കുറിപ്പാണ്, സമുദ്രത്തിലേക്ക് വഴിതെറ്റി വന്ന ഒരു പരൽമീൻ എന്ന അദ്ദേഹത്തിന്റെ ഒരു ചെറു ജീവിതക്കുറിപ്പുണ്ട്. ഈ സമുദ്രത്തിലേക്ക് വഴിതെറ്റി വന്ന ഒരു പരൽമീൻ എന്ന അദ്ദേഹത്തിന്റെ ജീവിതക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നത്, വലിയ മഹാസാഗരത്തിലേക്ക് ഒരു കുഞ്ഞ് ചാലിലൂടെ വന്ന ഒരു മത്സ്യം ഈ മഹാസമുദ്രത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ ഗുരു അനുഭവമാണത്.
അദ്ദേഹത്തിന്റെ ഗുരു അനുഭവത്തെ അദ്ദേഹം മനോഹരമായ ഒരു പ്രതീകമാക്കി അനുഭവിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഗുരുവെന്ന അനുഭവത്തിലേക്ക് നമുക്കറിയാമല്ലോ, ഗുരുസാഗരമൊക്കെ അദ്ദേഹത്തിന്റെ സ്വാനുഭവം തന്നെയാണ് ഗുരുസാഗരം. ആ ഗുരു അനുഭവത്തെയാണ്, ഈ ഗുരുസാഗരം എന്ന അനുഭവത്തെ തന്നെയാണ് ഈ സമുദ്രത്തിലേക്ക് അതിലെ ചിത്രങ്ങള് വിജയൻ വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ്. ഒരു മത്സ്യം ഒരു സമുദ്രത്തിലേക്ക് വന്നു ചേരുന്നത്. മത്സ്യം വാസ്തവത്തിൽ സമുദ്രത്തിന്റെ തന്നെ ഭാഗമാണ്. സമുദ്രം എന്ന് പറയുന്നതിനുള്ളിലാണ്. ഒരു രസകരമായിട്ടുള്ള കഥ കേട്ടിട്ടില്ലേ? അമ്മേ, നമ്മൾ എവിടെയാണ് എന്നൊരു മത്സ്യ കുഞ്ഞ് അതിൻ്റെ അമ്മയോട് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, നാം ജീവിക്കുന്ന ഈ പരിസരം നമ്മൾ വെള്ളത്തിനുള്ളിലല്ലേ. അപ്പൊ മത്സ്യക്കുഞ്ഞ് പറഞ്ഞു, എല്ലാവരും പറയുന്നു മത്സ്യങ്ങൾ ജീവിക്കുന്നത് സമുദ്രത്തിലാണ് എന്ന്. നമ്മൾ ആ സമുദ്രത്തിലാണോ? കാരണം ഈ സമുദ്രത്തിനുള്ളിലിരിക്കുന്ന മത്സ്യത്തിന് താൻ സമുദ്രത്തിനുള്ളിലാണ് എന്ന് പോലും അറിയാത്തത്ര വൈപുല്യമുണ്ട് ഈ സമുദ്രത്തിന്. അപ്പോ പരമാത്മസ്വരൂപത്തിനുള്ളിൽ തന്നെയാണ് അതിൻ്റെ അംശമായ നമ്മളും ജീവിക്കുന്നത്. അത്യന്ത താതാത്മ്യപ്പെട്ട് ജീവിക്കുന്ന നമ്മൾ, അതിനോട് നിരന്തരമായ താതാത്മ്യത്തിനുള്ളിൽ ജീവിക്കുന്ന നമ്മൾ, ഈ ഒരു മഹാസാഗരം എന്ന അത്ഭുതത്തിലേക്ക് എത്തിപ്പെട്ട ഒരു പരൽമീനെ പോലെ ഇവിടെ എന്തൊക്കെ അനുഭവങ്ങളാണ് ഈശ്വര ഉള്ളത്. ഒരു ഉത്സവപ്പറമ്പിൽ ആദ്യമായി ഒരു കുട്ടി പോകുന്നത് പോലെ എന്തൊക്കെയോ അനുഭവങ്ങളുടെ ഒരു ലോകം എൻ്റെ ഉള്ളിൽ തുറന്നിട്ടിരിക്കുന്നു. ഭോഗാനുഭവങ്ങളുടെ ഒരു ലോകം എൻ്റെ ഉള്ളിൽ തുറന്നിട്ടിരിക്കുന്നു. ഇതൊക്കെ അനുഭവിക്കാതെ എങ്ങനെയാണ് ഈ ലോകത്തുനിന്ന് കടന്നു പോവുക? നമ്മൾ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെയും ചിന്ത ഇങ്ങനെയാണ്. നാം ഈ മനുഷ്യരോട് ഇതിനപ്പുറം ഒരു ലോകമുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് ഈ ലോകം തന്നെ ആദ്യം കണ്ടു തീരുന്നില്ല, ഇനിയാണോ ഇതിനപ്പുറമുള്ള ഒരു ലോകത്തെക്കുറിച്ച്? അല്ലെ? ആ വർത്തമാനം പറയുന്നവർ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ചാർവാകൻ പറഞ്ഞത് ഋണം കൃത്വാ ഘൃതം പിബേതെന്നായിരുന്നു. കടം മേടിച്ചിട്ടായാലും നന്നായി നെയ്യൊക്കെ കൂട്ടി ഊണഴിച്ച് സുഖമായി ഈ ലോകാനുഭവങ്ങളെ എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും അനുഭവിച്ച് ഈ ലോകത്ത് നിന്നും കടന്നുപോയാൽ പിന്നെ ഒരു ജീവിതം ആരും നമുക്ക് ഉറപ്പ് തരുന്നില്ല. അപ്പൊ അവനവന്റെ ചിന്തയ്ക്കപ്പുറത്തൊരു ലോകമുണ്ടെന്ന് പോലും മനസ്സിലാക്കാത്ത അല്പബുദ്ധികളോടാണ് പലപ്പോഴും നമുക്ക് ഇതിനപ്പുറം ഒരു ആനന്ദത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ ലോകമുണ്ട് എന്ന് പറയേണ്ടി വരുന്നത്. അത് സങ്കല്പത്തിന്റെ ഒരറ്റത്ത് പോലും ഇല്ലാത്ത മനുഷ്യർക്ക്, അവരൊക്കെ കൂട്ടിയിട്ടാണ് ദേഹാത്മബുദ്ധിയുള്ളവർ എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ദേഹാത്മബുദ്ധിയുള്ളവരുടെ ലോകത്തിൽ, അതാണ് ലോകത്തിലെ ഏറ്റവും വലുത് എന്ന് കരുതി ജീവിക്കുന്നവരുടെ ഒരു ലോകത്തിൽ ഇരുന്നു കൊണ്ട് പണ്ടൊരു കവി പ്രാർത്ഥിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. ആ കവിയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന, എന്നെ എന്തൊക്കെയോ കർമ്മപ്രാരാബ്ധങ്ങൾ കൊണ്ടൊക്കെ എന്നെ ഒരു കവിയാക്കി ഈ ഭൂമിയിലേക്ക് വിട്ടു, അല്ലെ? കവിയാക്കി എന്നെ കേരളത്തിലേക്ക് വിട്ടു എന്ന് ആക്കിക്കോളൂ, ഈ ഭൂമിയിലേക്ക് വിട്ടു. അപ്പൊ കവി ഈശ്വരനോട് പ്രാർത്ഥിച്ചു അത്രേ, അരസികേഷു കവിത്വ നിവേദനം ശിരസി മാലിഖ മാലിഖ മാലിഖ. 3 പ്രാവശ്യം ഓം ശാന്തി പറയണത് പോലെ കവി പ്രാർത്ഥിച്ചു. എന്തൊക്കെ ദുരിതങ്ങൾ കൊണ്ടാണ് എന്നെ ഒരു കവിയാക്കി ഈ ലോകത്തിലേക്ക് വിട്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ എനിക്ക് ഒരു അനുഗ്രഹം ഉണ്ടാവണം, അരസികന്മാരോട് കവിതയെപ്പറ്റി പറയുക എന്ന ദുര്യോഗം ദയവ് ചെയ്ത് എനിക്കുണ്ടാക്കല്ലേ എന്ന് കവി ഈശ്വരനോട് കൈകൂപ്പി പ്രാർത്ഥിച്ചത്രേ. ഇതുപോലെയാണ് ദേഹാത്മബുദ്ധിയിൽ ഈ ലോകത്തിൽ മതിമയങ്ങി ജീവിക്കുന്നവരുടെ മുന്നിലാണ് നാം ഈ ആത്മബുദ്ധികളിൽ പെട്ട് ജീവിക്കുന്നവർക്ക് അദൃഷ്ടനായ ഒരു പരമതത്വത്തെക്കുറിച്ച് പറയും. ഇതിനപ്പുറം ഒരു ലോകമുണ്ട് എന്ന് നാം സംസാരിക്കുന്നത് അവരോടാണ്. അങ്ങനെ ഈ അത്യന്ത താതാത്മ്യ നിമിത്തം ഒരു മത്സ്യത്തിന് താൻ സമുദ്രത്തിലാണ് ജീവിക്കുന്നത് എന്ന് പോലും അറിയാൻ സാധിക്കാത്തത് സമുദ്രം അയാളുടെ ഭാഗമാവുന്നത് കൊണ്ടാണ്. അയാൾ അതിനുള്ളിൽ തന്നെയാണ് ജീവിക്കുന്നത്. അത്യന്ത താതാത്മ്യ നിമിത്തം ഈ ഒരു തനിക്ക് മോക്ഷമെന്ന വലിയ സാധ്യത തരാൻ കഴിവുള്ള ഒരു
സാന്നിധ്യത്തെക്കുറിച്ച് ഈ ജീവൻ തിരിച്ചറിയുന്നേയില്ല. സഖാ പുരുഷഃ വ്യക്തദൃഷ്ടേഃ ഗുണിനഃ സഖ്യം ഗുണഃ യഥാ ന അവൈതി, അറിയുന്നില്ല. അപ്പോൾ ഈ ഒരു ഇന്ദ്രിയ വിഷയ സഖ്യത്തിൻ്റെ കെട്ടുപിണഞ്ഞിരിക്കുന്ന ഇന്ദ്രിയ വിഷയ സഖ്യങ്ങളുടെ അങ്ങേയറ്റത്തെ താദാത്മ്യം മൂലം നാം അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ബോധം എനിക്ക് ഉണ്ടാക്കിത്തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് രണ്ടാമത്തെ മന്ത്രത്തിൽ ചെയ്യുന്നത്. പരമസഖനായ പരമസഖാവായ ഭഗവാന്റെ സ്വരൂപത്തെ ഞാൻ മനസ്സിലാക്കുന്നില്ലല്ലോ. ബ്രഹ്മാദി ദേവതകൾക്ക് പോലും ഈശ്വരനായിരിക്കുന്ന ആ മഹേശ്വരൻ എന്ന പ്രയോഗം അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ബ്രഹ്മാദി ദേവതകൾക്ക് പോലും ഈശ്വരനായിരിക്കുന്ന ആ പരമമായ ഈശ്വര തത്വത്തിന് നമസ്കാരം. ഒന്നാമത്തെ മന്ത്രത്തിൽ പറഞ്ഞ ആരാണ് പരൻ എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടാണ് ദേഹാത്മബുദ്ധിയിൽ ബന്ധപ്പെട്ടിരിക്കുന്ന, അതിലാണ് ബുദ്ധി എന്ന് കരുതിയിരിക്കുന്നവന് തികച്ചും അപ്രാപ്യനായ, അങ്ങനെ ഒരു ലോകമുണ്ടെന്ന് സങ്കല്പിക്കാൻ പോലും താല്പര്യമില്ലാത്ത, അങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് എനിക്കൊരു വലിയൊരു സങ്കടമുണ്ടായ ഒരു അനുഭവം. ഒരു പുതിയ തലമുറയിലെ ആധുനിക ചിന്തകൾ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു സംഘത്തിൽ ഒരിക്കലും സംസാരിച്ചപ്പോൾ ത്യാഗമെന്ന ആശയത്തെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത്, ത്യാഗമെന്ന ഒരു സങ്കല്പം നാം അതിനൊരു വലിയ മൂല്യം കൽപ്പിക്കുന്നുണ്ട്. നമുക്ക് നിർവഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും നാം അതൊരു വലിയ ജീവിത മൂല്യമായി കണക്കാക്കുന്നുണ്ട്. ത്യാഗം ഒരു ശ്രേഷ്ഠ ഗുണമാണ് എന്നൊക്കെ കണക്കാക്കുന്നുണ്ട്. പക്ഷേ പുതിയ കാലത്തെ പുതിയ ചിന്തകളോട് അടുത്തു നിൽക്കുന്നു എന്നൊക്കെ കരുതുന്ന പലരും മനുഷ്യൻ മൂല്യങ്ങളെന്ന് കൽപ്പിക്കുന്നവർക്ക് പോലും യാതൊരു തരത്തിലുള്ള പ്രാധാന്യവും നൽകുന്നില്ല എന്ന ഒരു ചിന്ത പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തും. ഇതിലൊരാൾ എന്നോട് പറഞ്ഞത്, ഒരു നേരത്തെ ഭക്ഷണം പോലും വേണ്ടെന്ന് വെക്കാൻ എനിക്ക് സാധിക്കാറില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന ത്യാഗം തുടങ്ങിയ മൂല്യങ്ങൾ കാലഹരണപ്പെട്ട മൂല്യങ്ങളാണ് എന്നേ ഞാൻ പറയുകയുള്ളൂ. ഇതൊരു ഒറ്റപ്പെട്ട സ്വരമായിരുന്നില്ല, ഇതൊരു സംഘം ചേർന്നുള്ള ആക്രമണമായിരുന്നു. ഞാൻ ആ സംഘത്തിന്റെ ആക്രമണത്തിൽ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ആ സംഘത്തിന്റെ ആക്രമണത്തിൽ തോറ്റുപോയി. കാരണം ആ സംഘം അത്ര ശക്തമായിരുന്നു. ആ സംഘത്തിന്റെ ആക്രമണം അത്ര ശക്തമായിരുന്നു. കാരണം ജീവിതത്തിൽ മൂല്യങ്ങളുണ്ട് എന്നത്, ജീവിതം ഉന്നതമായ മൂല്യങ്ങളുടേതാണ് എന്നത് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്തത്ര വിപുലമാണ് പലപ്പോഴും മനുഷ്യരുടെ ഈ ലോക സുഖഭോഗങ്ങളോടുള്ള അത്യന്ത താദാത്മ്യം. ഇതില്ലാത്ത ഒരു ജീവിതം, നമ്മളൊക്കെ ഇപ്പോൾ വലിയ വലിയ പരിപാടികൾക്ക് പോലും പോയി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ, ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഒരു പ്രൗഢമായ സദസ്സിൽ വളരെ ഗൗരവമായ ചില ആശയങ്ങൾ, മലയാളത്തിൻ്റെ ഏറ്റവും നമ്മൾ ആദരിക്കുന്ന, നാം ബഹുമാനിക്കുന്ന ചില വ്യക്തികൾ സംസാരിക്കുന്ന ഒരു വേദിയിൽ കുട്ടികളെ നമുക്ക് ഒരിക്കലും അങ്ങനെയുള്ള വേദിയിൽ പലപ്പോഴും നമ്മുടെ കുട്ടികളെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഏറ്റവും ബഹുമാനത്തോടു കൂടെ ഇരുത്താൻ പരിശീലിപ്പിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഞാൻ കണ്ട അവിടെ കൊണ്ടുവന്നിരിക്കുന്ന പകുതിയിലധികം അമ്മമാരുടെ കൂടെ കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ പകുതിയിലധികം കുട്ടികളും അവരുടെ കയ്യിൽ മൊബൈൽ ഫോണും കൊടുത്തിട്ടൊരു ഗെയിമും കൊടുത്തിട്ടാണ് അമ്മമാർ ഇരുത്തിയിരിക്കുന്നത്. ആ ഗെയിം മുഴുവനും വെടിവെച്ചു കൊല്ലുന്ന കുട്ടിയുടെ മുഖഭാവത്തിലൂടെ അറിയാം, വലിയ വലിയ കാര്യങ്ങളാണ് സ്വാമിജി വേദിയിൽ സംസാരിക്കുന്നത്. പക്ഷെ കുട്ടിയുടെ മുഖം കണ്ടറിയാം അവനൊരു ജീവൻ മരണ പോരാട്ടത്തിൽ പെട്ടിരിക്കുകയാണ്. ആ ജീവൻ മരണ പോരാട്ടത്തിനുള്ളിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ആകുലതയിലാണ് അവനിരിക്കുന്നത്. എത്ര നേരം അവിടെ അത്ര ഗൗരവമായ പ്രഭാഷണം നടന്നോ ആ സമയത്ത് മുഴുവനും അമ്മമാർക്കൊന്ന് ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ഇവന്റെ മനസ്സിനെ ഈ വസ്തുവിലേക്ക് മാറ്റി വെച്ചാൽ മാത്രമേ അമ്മമാർക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അമ്മയ്ക്കൊന്ന് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇവന്റെ കയ്യിലേക്ക് ഈ വെടിവെച്ച് കൊല്ലുന്നത് കൊടുക്കുക എന്ന് മാത്രമേ അമ്മയ്ക്ക് രക്ഷയുള്ളൂ. അപ്പം നമ്മളെ ഇന്ദ്രിയങ്ങളെ കൂടുതൽ ത്രസിപ്പിക്കുന്ന വിനോദോപാധികളാണ് ഇന്ന് മനുഷ്യൻ നിർമ്മിച്ചു കൂട്ടുന്നത് മുഴുവനും.
ഇന്ദ്രിയങ്ങളെ കൂടുതൽ മത്തുപിടിപ്പിക്കുന്ന വിനോദോപാധികളാണ് മനുഷ്യൻ നിർമ്മിച്ചു കൂട്ടുന്നത്. ഈ പുരത്തിൽ ജീവിക്കുമ്പോൾ പരമാവധി ഭോഗം അനുഭവിക്കുക എന്ന നിലയിൽ സങ്കല്പിച്ചുകൊണ്ടുള്ള ഭോഗാനുഭവങ്ങളാണ് മനുഷ്യൻ തൻ്റെ ചുറ്റുപാടും നിർമ്മിച്ചു കൂട്ടുന്നത് മുഴുവനും. ഈ പുരത്തിൻ്റെ പുരിനാഥനെ അറിയുമ്പോഴുള്ള ലഹരി അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും മനുഷ്യനൊന്ന് അവനവനെ മറക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഈ ലഹരി ഉപയോഗിക്കുന്ന പുതിയ തലമുറയിലെ കുട്ടികളോടൊക്കെ ഒന്ന് വ്യക്തിപരമായി സംസാരിച്ചു നോക്കിയാൽ ഒന്ന് അവനവനെ മറന്നു കിട്ടാൻ വേണ്ടിയാണ് പലപ്പോഴും ഈ ഇതിൻ്റെ പിന്നാലെ പോകുന്നത്. ഒന്ന് മറക്കാൻ വേണ്ടിയാണ് ടീച്ചറെ എന്ന് എന്നോട് പറഞ്ഞ കുട്ടികളുണ്ട്. കുറച്ചു നേരത്തേക്കെങ്കിലും ഈ ലോകത്തെ ഒന്ന് മറക്കണം, അതിനു വേണ്ടിയാണ് പലപ്പോഴും ലഹരി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ആനന്ദത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും മറ്റൊരു ലോകമുണ്ട് എന്ന് പറഞ്ഞാൽ നിസ്സാര പൈസയ്ക്ക് 100-500 രൂപ കൊടുത്താൽ അതിനോട് സമാനമായ എന്തോ ഒരു കുറച്ചു നേരത്തേക്കുള്ള ഒരു മറവി ഈ ലോകത്ത് നിന്നും കുറച്ചു നേരത്തേക്ക് വിട്ടുപോകാൻ സാധിച്ചാൽ അതല്ലേ വേണ്ടത് എന്നു കരുതി ജീവിക്കുന്ന ഒരു തലമുറയാണ്. പറഞ്ഞു വരുന്നത്, നമ്മുടെ വിനോദോപാധികളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മുടെ ലോകത്തിൽ ഇന്ദ്രിയങ്ങളെ സുഖിപ്പിക്കുന്ന, ഇന്ദ്രിയങ്ങളെ ത്രസിപ്പിക്കുന്ന ഈ പുരത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ സുഖഭോഗങ്ങൾ മുഴുവനും അനുഭവിച്ചേ ഞാനിവിടെ നിന്ന് പോകാവൂ എന്ന് കരുതി ഈ ലോക ജീവിതത്തെ സുഗമമാക്കുന്നതിന് നാം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ വിനോദങ്ങളും, എല്ലാ ഇന്ദ്രിയ സംവർദ്ധകങ്ങളായ വസ്തുക്കളും ഈ പുരത്തിലേക്ക് നമ്മെ കൂടുതൽ 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 ഭോഗത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നതാണ്. ഭോഗത്തിലേക്ക് നാം കൂടുതൽ ആയമെടുക്കുമ്പോൾ അപവർഗം എന്ന നമ്മുടെ ഏറ്റവും വലിയ സാധ്യതയിൽ നിന്നും നാം വല്ലാതെ അകലുകയാണ്. ഭോഗത്തിലേക്ക് നമ്മ എത്രത്തോളം നമ്മെ പിടിച്ചു വലിക്കുന്നോ അപവർഗത്തിൽ നിന്നും നാം അത്രത്തോളം അകന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ അസ്മിൻ പുരേ സംവസതഃ, ഈ പുരത്തിൽ ജീവിച്ചുകൊണ്ട് ഈ പുരത്തിൻ്റെ ഈ പുരത്തിലുള്ള ജീവിതത്തിന് 2 സാധ്യതകളുണ്ട്. ഈ പുരത്തിൽ നിന്നാണ് നിങ്ങൾ ഭോഗം അനുഭവിക്കുന്നത്, ഈ പുരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് നിങ്ങൾ മോക്ഷത്തെയും അനുഭവിക്കുന്നത്. അപ്പോൾ ഈ പരമാത്മ ചൈതന്യത്തിൻ്റെ സാധ്യതയെ തിരിച്ചറിയാതെ ഈ ലോക ജീവിതം നയിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യരെ നോക്കി, ജീവിതങ്ങളെ നോക്കി, അവർക്ക് അദൃഷ്ടധാമാവാണല്ലോ ഭഗവാനെ അങ്ങ്, അവർക്കൊരിക്കലും കാണാൻ സാധിക്കുകയില്ലല്ലോ ഭഗവാനെ അവിടുത്തെ സാന്നിധ്യം എന്നൊരു നെടുവീർപ്പ് കൂടി ഈ അനുഭവഗീതിയിലുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അങ്ങനെയുള്ള മനുഷ്യരെ നോക്കിയാണ് ഇത്തമിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ചത്തുപോകുന്നു പാവം ശിവശിവ എന്ന് പറഞ്ഞത്. ഈ മന്ത്രത്തിന് ഇങ്ങനെയൊരു മനന സാധ്യതയാണ് ഉള്ളത്. ന യസ്യ സഖ്യം പുരുഷോ അവൈതി സഖ്യുഹു സഖാ വസൻ സംവസത പുരേസ്മിൻ ഗുണോ യഥാ ഗുണിനോ വ്യക്ത ദൃഷ്ടേ തസ്മൈ മഹേശായ നമസ്കരോമി എന്ന 2ാമത്തെ മനന മന്ത്രം ഈ ഒരു ആശയമാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമുക്കൊന്ന് ഇത് ചൊല്ലി നോക്കാം. നയസ്യ സഖ്യം പുരുഷോ അവൈതി സഖ്യുഹു സഖാവസൻ സംവസതഃ പുരേസ്മിൻ ഗുണോ യഥാ ഗുണിനോ വ്യക്തദൃഷ്ടേ തസ്മൈ മഹേശായ നമസ്കരോമി. തസ്മൈ മഹേശായ നമസ്കരോമി. ആ മഹേശനെ, പരമമായ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്കും അതീതമായ പ്രപഞ്ചകാരണമായ ഈ ബോധത്തെ അഹം നമസ്കരോമി, ഞാൻ നമസ്കരിക്കുന്നു. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 25ാമത്തെ
മൂന്നാമത്തെ നമ്മുടെ മനനഭാഗത്തിലെ മൂന്നാമത്തെ ശ്ലോകം. ദേഹോ അസവോ അക്ഷാ മനവോ ഭൂതമാത്ര നാത്മാനമന്യം ച വിദു പരം യത് സർവം പുമാൻ വേദ ഗുണാംശ്ച തജ്ഞോ ന വേദ സർവജ്ഞമനന്തമീഡേ. ദേഹോ അസവോ അക്ഷാ മനവോ ഭൂതമാത്ര ന ആത്മാനമന്യം ച വിദു പരം യത് സർവം പുമാൻ വേദ ഗുണാംശ്ച തജ്ഞോ ന വേദ സർവജ്ഞമനന്തമീഡേ. ഒന്ന് ചൊല്ലി നോക്കാം. ദേഹോസവോ അക്ഷാ മനവോ ഭൂതമാത്ര നാത്മാനമന്യം ച വിദു പരം യത് സർവം പുമാൻ വേദ ഗുണാംശ്ച തജ്ഞോ ന വേദ സർവജ്ഞമനന്തമീഡേ. ന വേദ സർവജ്ഞമനന്തമീഡേ. ഇതാണ് ഇതിൻ്റെ സമാപിപ്പിക്കുന്ന മന്ത്രം. ഈടേ വേദങ്ങളിലൊക്കെ ഉള്ള പ്രയോഗമാണ്. ഈളേ എന്ന് ആദ്യത്തെ ഋഗ്വേദത്തിലെ ആദ്യത്തെ മന്ത്രം അഗ്നിം. വേദത്തിലെ പ്രയോഗം ഈളേ എന്നാണ്. ഈടേ എന്ന അതിൻ്റെ ലൗകിക പ്രയോഗം. ഞാൻ സ്തുതിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ അറിയുന്നു. അനന്തം അപരിച്ഛിന്നനായ ഈ തത്വത്തെ ആരും അറിയുന്നില്ല എന്ന് തന്നെയാണ് ഈ മന്ത്രത്തിൻ്റെയും സാരമായിട്ടുള്ളത്. നമുക്കതിൻ്റെ സാമാന്യമായ അർത്ഥത്തിലേക്ക് നോക്കാം. ദേഹഃ അസവഃ അക്ഷാ മനഃ ഭൂതമാത്ര ആത്മാനം അന്യം പരം ച യത് ന വിദുഃ തജ്ഞഃ പുമാൻ സർവ ഗുണാൻ ച ന വേദ സർവജ്ഞം ന വേദ തം അനന്തം ഈടേ. ആ അനന്തനെ ഞാൻ സ്തുതിക്കുന്നു എന്ന് സാരം. നമുക്ക് ഓരോ വാക്കും നോക്കാം. നമ്മൾ നേരത്തെ ഉള്ള ഭാഗങ്ങളിൽ പറഞ്ഞു, ഗുണങ്ങൾ ജഡമായിട്ടുള്ളതാണ്. കാരണം അത് ജഡമായ പ്രകൃതിയിൽ നിന്നുണ്ടായതാണ്. സത്വരജതമോ ഗുണങ്ങൾക്ക് അതിൻ്റെ കാരണം പ്രകൃതിയാണ്. പ്രകൃതിയെ ഭാരതീയ ചിന്തകർ നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത് ജഡാത്മികയാണ് പ്രകൃതി എന്നാണ്. അതുകൊണ്ട് തന്നെ കാര്യവും കാരണവും തമ്മിൽ തീർച്ചയായിട്ടും ഒരു ബന്ധം ഉണ്ടാവുമല്ലോ. കാര്യത്തിൽ നിന്നായിരിക്കുമല്ലോ, കാരണത്തിൽ നിന്നായിരിക്കുമല്ലോ കാര്യം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രകൃതിയിൽ നിന്നുണ്ടായതാണ് എന്നതുകൊണ്ട് ഈ ഗുണങ്ങൾ ഓരോന്നും പ്രകൃതിയുടെ സ്വഭാവത്തെ അങ്ങനെ തന്നെ തൻ്റെ കൂടെ കൂട്ടുന്നു. അവ ജഡമാണ്. അവയ്ക്ക് സ്വതന്ത്രമായി ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല. അവർ ജഡമായ സ്വഭാവത്തോടു കൂടിയതാണ്, സ്വയം പ്രവൃത്തിശീലമില്ലാത്തതും ആണ്. പക്ഷേ അവയെ സചേതനമാക്കുന്ന ഒരു ചൈതന്യത്തിൻ്റെ സാന്നിധ്യമില്ലാതെ ഇവയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അചേതനമായ പ്രകൃതിക്കും അചേതനമായ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഈ പ്രകൃതിയുടെ വസ്തുക്കൾക്കും സചേതനനായ ഒരു സചേതന സാന്നിധ്യമില്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കില്ല. അതാണ് ഇവിടെ ആദ്യമായിട്ട് നമ്മളെ തിരിച്ചറിയിപ്പിക്കുന്നത്. ജഡമായ ഗുണം ഭഗവാന്റെ തത്വവും ഭഗവാൻ ചെയ്യുന്ന ഈ സചേതനമായ വസ്തു, ഈ മാറ്റർ എന്ന് പറയുന്ന ഈ ഭൂമിയിലെ ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളിലും ഒരു സചേതനമായ സാന്നിധ്യത്തിൻ്റെ സചേതനമായ ഒരു ഇടപെടൽ ഇല്ലെങ്കിൽ
ശക്തിയായുക്തനല്ലെങ്കിൽ, ശക്തിയോട് ചേർന്നിരിക്കുന്നില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഒന്നിനും പ്രവർത്തിക്കാൻ സാധിക്കില്ല. ശക്തിയുടെ സാന്നിധ്യമില്ലാതെ ഈ പ്രപഞ്ചത്തിലെ ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഈ പറഞ്ഞതിനെ ശരി, അത് മനസ്സിലാക്കുന്നു. ഈ ശക്തി ഇല്ല എങ്കിൽ ഈ ജീവന് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി. പക്ഷേ ശരീരത്തിന് നമുക്കറിയാം, ശരീരം ജഡമാണ്. ശരീരം പ്രകൃതിയിൽ നിന്നുണ്ടായതാണ്. പ്രകൃതിയുടെ വസ്തുക്കളിൽ നിന്നാണ് ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത്. ശരീരം ജഡമാണ്. പക്ഷെ ഇതിനുള്ളിലെ ജീവനുണ്ടല്ലോ, ഈ ജീവൻ ഈ പരമതത്വത്തിന്റെ ഒരു കഷണമല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഈ പൂർണ്ണതയുടെ ഒരു വ്യഷ്ടിയല്ലേ ഇതിനുമുള്ളത്? ജഡമായ പ്രകൃതിക്ക് അതിന്റെ തത്വത്തെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാം. കാരണം അതിന് ബോധമില്ല. ബോധമില്ലാത്ത ജഡമായ ഒരു വസ്തു തൻ്റെ തത്വസാക്ഷാത്കാരം നിർവഹിച്ചില്ലെങ്കിലും നമുക്കതിൽ അത്ഭുതമില്ല. അത് സംഭവിക്കില്ല എന്ന് നമുക്കറിയാം. കാരണം അതിൻ്റെ സ്വഭാവം തന്നെ ജഡസ്വരൂപമാണ്. പക്ഷേ ജീവൻ അങ്ങനെയല്ലല്ലോ. ജീവൻ ചേതനനല്ലേ. ജീവൻ എങ്ങനെയാണ് ഭഗവത് സ്വരൂപം തിരിച്ചറിയാതിരിക്കുന്നത്? ഇതൊരു വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഓരോ പഠിതാവിൻ്റെയും ഉള്ളിലുള്ള ചോദ്യമാണ്. നമ്മളിലും ഈ ലോക ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരിലുമുള്ളത് ഒരേ ജീവസാന്നിധ്യമാണ്. പിന്നെ എങ്ങനെ ഈ കശ്ചിത് മാത്രം, വളരെ കുറച്ചു മാത്രം ആവൃത്ത ചക്ഷുസ്സുകൾ ഉണ്ടാകുന്നു? ഉള്ളിലേക്ക് നോക്കണം എന്നാഗ്രഹിക്കുന്ന അപൂർവം പേരുണ്ടാവുകയും ഇവന്റെ ഉള്ളിലൊക്കെ ജീവസാന്നിധ്യമില്ലേ? ഇവന്റെ ഒക്കെ ഉള്ളിൽ ആത്മസാന്നിധ്യമില്ലേ? ഇവന്റെ ഒക്കെ ഉള്ളിൽ ചൈതന്യമില്ലേ? എന്തുകൊണ്ട് ഇവരാരും അറിയുന്നില്ല? ജീവൻ ചൈതന്യത്തിന്റെ തന്നെ ഭാഗമല്ലേ? അതിനതിൻ്റെ സ്വരൂപം തിരിച്ചറിയേണ്ടതല്ലേ? അത് നമ്മളെ അത് ബോധ്യപ്പെടുത്തി തരേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ഈ ജീവന് തൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയാൻ പറ്റാത്തത്? അപ്പൊ ജഡമായ ഗുണം ഭഗവാന്റെ തത്വത്തെയും ഭഗവത്കൃതമായ ഭഗവാൻ നമുക്ക് ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങളെയും അതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാലും അതിൽ തെറ്റു പറയാനില്ല. പക്ഷേ ചേതന സ്വരൂപമായ ജീവൻ അതറിയുന്നില്ല എന്നതിനു കാരണം എന്താണ് എന്ന ഒരു പ്രധാനമായ ശങ്കയ്ക്കുള്ള പരിഹാരമാണ് അടുത്തതായി പറയുന്നത്. നോക്കൂ. ദേഹഃ അസവഃ അക്ഷ മനവഃ ഭൂതമാത്രാഃ ആത്മാനം അന്യം ച പരം യത് ന വേദ. ദേഹഃ ഈ ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച് നമുക്ക് എങ്ങനെയോ ലഭിച്ചിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ് അല്ലെ? അൺഓപ്പൺഡ് ഗിഫ്റ്റ് എന്ന് പറയും. വിവേകാനന്ദ സ്വാമികളുടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉദ്ധരണിയാണ്. അൺഓപ്പൺഡ് ഗിഫ്റ്റാണ് ഈ ശരീരം. അതായത് നമുക്ക് വലിയ സാധ്യതകളോടുകൂടി ലഭിച്ചിട്ടും നമുക്കൊരു പ്രിയപ്പെട്ട ആളൊരു സമ്മാനം തന്നു, ഏറ്റവും പ്രിയപ്പെട്ട ഒരു സമ്മാനം തന്നു. ആ സമ്മാനം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു. അത്രയും പ്രിയപ്പെട്ടതായതുകൊണ്ട് തന്നെ നമ്മൾ ആരും എടുക്കാത്തൊരു സ്ഥലത്ത് വെച്ചു. നമ്മുടെയൊക്കെ അമ്മമാർക്ക് ഉണ്ടാവുന്ന ഒരു വലിയ സ്വഭാവമാണത്. പ്രിയപ്പെട്ട പല സാധനങ്ങളും ഇപ്പൊ വിദേശത്തൊന്നും കൊണ്ടുവന്ന സാധനങ്ങൾക്കൊന്നും അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് എല്ലായിടത്തും കിട്ടുന്നതാണ്. പക്ഷെ അത്യപൂർവം എന്ന് കരുതി പലരും നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ള അത്ര റയറായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കാതെ കുറെ കഴിയുമ്പോൾ എടുത്ത് കളയേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. അൺഓപ്പൺഡ്, ഉപയോഗിക്കാത്ത എത്രയോ അപൂർവ വസ്തുക്കൾ, ഇന്നേ വരെ ഉപയോഗിക്കാത്ത, ഇതുവരെ ഓപ്പൺ ചെയ്ത് പോലും നോക്കാത്ത എത്രയോ അപൂർവ വസ്തുക്കൾ നമ്മുടെയൊക്കെ ശേഖരത്തിലുണ്ടാവും. അങ്ങനെ ഒരു അൺഓപ്പൺഡ് ഗിഫ്റ്റാണ് ഈ ശരീരം. അതിൻ്റെ സാധ്യതകളെ ഒരിക്കൽ പോലും തുറന്നു നോക്കാത്ത ഒരു അൺഓപ്പൺഡ് ഗിഫ്റ്റാണ്. നോക്കൂ, ദേഹം, ഈ ശരീരം, പ്രാണങ്ങൾ, ഇതിലെ പഞ്ചപ്രാണങ്ങൾ, പഞ്ച ഉപപ്രാണങ്ങൾ, പ്രാണാപാന വ്യാനോദാന സമാനന്മാരായിട്ടുള്ള പഞ്ചപ്രാണങ്ങൾ 5 ഫങ്ഷനുകളെ നിർവഹിക്കുന്നവരാണ് നമ്മുടെ ശരീരത്തിൽ പ്രാണന്റെ വിനിമയം കൊണ്ടുണ്ടാകുന്ന 5 പ്രവൃത്തികളെയാണ്
പ്രാണൻ നിർവഹിക്കുന്നത്. അപ്പോൾ ദേഹം എന്നതുകൊണ്ട് അന്നമയ കോശത്തെ സൂചിപ്പിച്ചു. അതായത് നാം കഴിക്കുന്ന അന്നം കൊണ്ട്, നാം ആഹരിക്കുന്ന അന്നം കൊണ്ട് വർദ്ധിക്കുന്ന, നാം പുറമേ കാണുന്ന, നാം അനുഭവിക്കുന്ന, നാം ഞാൻ എന്ന് പറയുന്ന, നാം പേരിട്ട് വിളിക്കുന്ന, നാം തൊട്ട് കാണിക്കുന്ന, നമുക്ക് പരിചിതമായ, എന്നും കണ്ണാടിയിൽ നോക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തു ദേഹം. കുറച്ചുകൂടി സൂക്ഷ്മമായി ഉള്ളിലേക്ക് പോയാൽ അതിലൊരു പ്രാണസാന്നിധ്യമുണ്ട്. പ്രാണനുണ്ട്, വ്യാനനുണ്ട്, അപാനനുണ്ട്, ഉദാനനുണ്ട്, സമാനനുണ്ട്. ഈ വൈറ്റൽ ബ്രത്ത് എന്ന് പറയുന്ന ഈ ശ്വാസമുണ്ട്. ശരീരത്തിലെ മുന്നോട്ട് ചലിപ്പിക്കുന്ന, രക്തത്തെ മുന്നോട്ട് ചലിപ്പിക്കുന്ന, നാഡീവ്യവസ്ഥകൾക്ക് ചലനമുണ്ടാക്കുന്ന, രക്തത്തെ മുന്നോട്ട് തള്ളുന്ന, ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുന്നതുണ്ട്. ശരീരത്തെ വായുക്കളെ മുഴുവൻ സമീകരിക്കുന്ന ഒരു വായുവുണ്ട്. ഉപവായുക്കൾ ശരീരത്തിലെ മറ്റ് പ്രവർത്തനങ്ങളെ, ഏമ്പക്കം, കോട്ടുവായ് തുടങ്ങിയവയെ വരുത്തുന്ന, കണ്ണിനെ ചിമ്മിപ്പിക്കുന്ന, മിഴികൾ അടയ്ക്കാനും തുറക്കാനും നമ്മളെ സഹായിക്കുന്ന, ശ്വാസത്തെ പുറകിലേക്ക് പിടിച്ചു തള്ളുന്ന, ഇങ്ങനെയൊക്കെയുള്ള ശരീരത്തിലെ വായു സഞ്ചാരങ്ങളെ മുഴുവനും നാം പ്രാണൻ എന്നതിൽ പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ദേഹമുണ്ട്, പ്രാണൻ എന്ന പ്രാണമയ കോശമുണ്ട്. ഇനി പഞ്ച ഇന്ദ്രിയങ്ങളടങ്ങുന്ന ഇന്ദ്രിയങ്ങൾ, പഞ്ച ഇന്ദ്രിയങ്ങളടങ്ങുന്ന പഞ്ചഭൂതങ്ങൾ, ആ പഞ്ചഭൂതങ്ങളുടെ പഞ്ച തന്മാത്രകൾ, ശബ്ദം, പഞ്ചഭൂതങ്ങൾ, പഞ്ച തന്മാത്രകൾ, അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള ഇന്ദ്രിയാനുഭവങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയാനുഭവങ്ങൾ. അപ്പോൾ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന, ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ഇന്ദ്രിയാനുഭവങ്ങൾ. അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയാനുഭവങ്ങളുമുണ്ട്. അന്ധക്കരണമുണ്ട്, അതാണ് മനവഹ. അന്ധക്കരണമുണ്ട്, മനോമയം എന്ന കുറച്ചുകൂടി സൂക്ഷ്മമായ നമ്മുടെ തലത്തിലേക്ക് എത്തി. ഭൂതങ്ങളും ഭൂതമാത്രങ്ങളും, ഭൂതങ്ങളും ഭൂത തന്മാത്രകളും, അതാണ് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞത്. പഞ്ചഭൂതങ്ങൾ, പഞ്ച തന്മാത്രകൾ, ഭൂതമാത്രങ്ങൾ. ആത്മാനം അന്യം ച പരം യത്, ആത്മാനം അന്യം ച, ഈ ഗുണങ്ങൾ, ഈ ഗുണത്തിന്റെ കാര്യങ്ങൾ, ഈ ശരീരം, ഈ ഇന്ദ്രിയങ്ങൾ, അന്ധക്കരണങ്ങൾ, പൃഥ്വി തുടങ്ങിയ പഞ്ചഭൂതങ്ങൾ, ഗന്ധാദികളായ രൂപം, രസം തുടങ്ങിയ ഗന്ധാദികളായ പഞ്ചതന്മാത്രകൾ, അവരുടെ സ്വരൂപങ്ങൾ, അവയ്ക്കൊക്കെ ഒരു അധികാരിയായിട്ടുള്ള ദേവതകളെയും നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ട്. അവയുടെ ദേവതകൾ, അവയിൽ നിന്നും ഭിന്നനായിരിക്കുന്ന ജീവൻ, ഈ ആനന്ദമയം എന്ന് പറയുന്ന ശരീരത്തിൻ്റെ അന്നമയം, പ്രാണമയം, മനോമയം, അതിൻ്റെ ബുദ്ധിയെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്ന, ബോധത്തെ നിയന്ത്രിക്കുന്ന വിജ്ഞാനമയം, അതിനുള്ളിലുള്ള ആനന്ദം, ജീവന്റെ സാന്നിധ്യം. ഇവയിൽ നിന്നും ഭിന്നനായിരിക്കുന്ന ജീവനെയും, ജഡമായതുകൊണ്ട് ഈ ബാക്കിയുള്ളതൊന്നും അറിയാത്തതിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, കാരണം അതൊക്കെ പ്രകൃതിയുടെ ഭാഗമാണ്. പക്ഷേ ചേതനസ്വരൂപനായ ജീവൻ ഈ പറഞ്ഞ ദേഹാദി ജഡങ്ങളിൽ നിന്നും ഭിന്നനാണ്. ഈ ചേതനസ്വരൂപനായ, ഇവയ്ക്ക് സ്വാമിയായ, ഈ പുരത്തിന്റെ അധിപനായ ജീവൻ ഈ മറ്റെല്ലാത്തിൽ നിന്നും, ഈ അചേതനങ്ങളായ വസ്തുക്കൾക്ക് ചൈതന്യം നൽകുന്ന ഭിന്നനായ ജീവൻ എന്ന മേൽപ്പറഞ്ഞ ദേഹാദികളെ തിരിച്ചറിയുന്ന ബോധസ്വരൂപനായ ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന സത്യമാണ് ഇവിടെ നാം തിരിച്ചറിയുന്നത്. ഇപ്രകാരം അറിയുന്നവൻ അങ്ങനെ ജീവൻ അറിയുന്നെങ്കിൽ കൂടി പരിച്ഛിന്നനായതുകൊണ്ട്, അജ്ഞാനത്തിൽ ആവൃതനായതുകൊണ്ട് സർവവ്യാപിയായിരിക്കുന്ന ഈ പരമാത്മ തത്വത്തെ ഈ ജീവൻ തിരിച്ചറിയുന്നില്ല. അതാണ് രണ്ടാമത്തെ പാദത്തിൽ പറയുന്നത്. ഈ പുരുഷൻ, ഈ ശരീരത്തിൻ്റെയും ഈ
അന്നമയ, മനോമയ, പ്രാണമയ, വിജ്ഞാനമയങ്ങൾക്കൊക്കെ കാരണമായിരിക്കുന്ന ഈ ജീവൻ, പുരുഷൻ, ഈ ഗുണങ്ങൾക്ക് മുഴുവനും കാരണമായിരിക്കുന്ന, ഈ ഗുണങ്ങളോടൊപ്പം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ ദേഹാദി ജഡങ്ങളെ കുറിച്ചൊക്കെ അറിവുള്ളവനാണെങ്കിലും സർവജ്ഞം നവേദ, സർവജ്ഞനായ പുരുഷൻ എന്ന സാധ്യതയെ തിരിച്ചറിയുന്നില്ല. അതിന് അജ്ഞാനം എന്നത് വലിയ കാരണമാണ്. മായ എന്ന വലിയ ശക്തി കൊണ്ട് ഈ ജീവൻ തൻ്റെ സ്വരൂപത്തെ വിസ്മരിച്ചുകൊണ്ട് ഈ പുരത്തിൽ വസിക്കുകയാണ്. പരിച്ഛിന്നനായ ഈ ഈശ്വര സാന്നിധ്യത്തെ, സർവജ്ഞം അനന്തം ഈടേ, ഈ ജീവൻ ആ പരമമായ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ, ഈ ജഡങ്ങൾക്കുള്ളിൽ, ഈ ജഡങ്ങളുടെ സ്വാമിയായി വർത്തിക്കുന്ന പരമചൈതന്യത്തെ, ഈ ജഡത്തെ പ്രവർത്തിപ്പിക്കുന്ന, ഈ ജഡങ്ങൾ ആയിട്ടുള്ള വസ്തുക്കൾക്ക് ചേതന സാന്നിധ്യം നൽകുന്ന, ഇവയെ പ്രവൃത്തികളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു, ശ്രീനാരായണ ഗുരുദേവനൊക്കെ പറയുന്ന, ഉലകരുറങ്ങുമ്പോഴും ഉണരുമ്പോഴും പ്രവൃത്തി ചെയ്യുമ്പോഴും ഈ ജീവിതങ്ങൾ മുഴുവൻ സംഭവിക്കുമ്പോഴും അതിനുള്ളിൽ അണമുറിയാതെ കാത്തുകൊണ്ടിരിക്കുന്ന ഒരു വിളക്ക്, അതിനുള്ളിൽ നാം ഉറങ്ങുമ്പോഴും നമ്മുടെ ഉള്ളിൽ ബോധത്തോടുകൂടെ ഇരിക്കുന്ന ഒരു അറിവിൻ്റെ, ബോധത്തിൻ്റെ, ഉണ്മയുടെ സാന്നിധ്യം. ഉറക്കമുണർന്ന ഒരാൾക്ക് താൻ തന്നെയായി ഉണരാൻ സാധിക്കുന്നത്, ഇന്നലെ ഉറങ്ങിയ ഒരാൾ താൻ തന്നെ ആയി പിറ്റേ ദിവസം ഉണരുന്നത്, ഇതുപോലെയാണ് ഒരു ജീവന്റെ അനസ്യൂതി. ഒരു ജീവൻ ഒരു ജീവിതത്തിൽ നിന്നും മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുന്നത് ഒരു ഉറങ്ങിയ ഒരാൾ ഒരു ഉണർവിലേക്ക് വരുന്നത് പോലെയാണ്. തൻ്റെ ഉറങ്ങിയ ഒരാൾക്ക് ഉണർവിലേക്ക് വരുമ്പോൾ താൻ ഇന്ന ആളായിരുന്നു എന്നൊരു സ്മരണയെങ്കിലും ഉണ്ട്. പക്ഷേ ഒരു ജീവൻ മറ്റൊരു ജീവനിലേക്ക് വരുമ്പോൾ ആ സ്മരണ പോലും ഈ മായാശക്തി കൊണ്ട് ഇല്ലാതായി പോകുന്നു, ആ അറിയുന്നില്ല. അപ്പോൾ ഇവിടെ ഈ സ്തുതിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഉള്ളിലുള്ള സചേതനമായ ഈ ജീവ സാന്നിധ്യത്തെ, ഈ ഇന്ദ്രിയങ്ങളുമായിട്ടുള്ള അത്യന്ത സംസർഗത്തിൽ പെട്ട് ഉള്ള ഈ ജീവ സാന്നിധ്യത്തെ, അതിൽ നിന്നും വ്യതിരിക്തനായ ചൈതന്യത്തിൻ്റെ സാന്നിധ്യം, ഇവിടെ കൃത്യമായ ചൈതന്യം ജഡം എന്നതിനെ വേർതിരിച്ചുകൊണ്ട് ഈ സർവജ്ഞനും സർവവ്യാപിയുമായ പരമാത്മതത്വത്തെ ഞങ്ങൾ അറിയുന്നില്ലല്ലോ. ഇതൊരു സാധകന്റെ ആത്മാനുഭവ ഗീതി തന്നെയാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചു പറയാൻ കാരണം, ദക്ഷപ്രജാപതി ഭഗവാനെ സ്തുതിക്കുമ്പോൾ എൻ്റെ തന്നെ ഉള്ളിലുള്ള ഈശ്വരനെയാണ് ഞാൻ സ്തുതിക്കുന്നത്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് ഈ ഈശ്വര ശക്തി എൻ്റെ ഉള്ളിൽ ഈ വിളക്കുപോലെ സദാ ജ്വലിച്ചു നിന്നിട്ടും ഞാൻ എന്തുകൊണ്ട് പരിമിതനാണ് എന്ന ബോധം എന്നിൽ വീണ്ടും വീണ്ടും നിറയുന്നു. എന്നെ ബാധിച്ചിരിക്കുന്ന അനാദിയായ ഒരു കെട്ടുകൊണ്ട്, മായയുടെ കെട്ടുകൊണ്ട് ഞാൻ എൻ്റെ ഉള്ളിലെ ഈ സചേതനമായ സാന്നിധ്യത്തെ അറിയുന്നില്ല. ഇങ്ങനെ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഈ മന്ത്രം അവസാനിക്കുന്നത്. ഈ മന്ത്രം ചൊല്ലി ദക്ഷൻ ഒരു അനുഭവത്തിലൂടെ ഒരു അനുഭവ തലത്തിലേക്ക് നമ്മളെപ്പോലെയുള്ള പഠിതാക്കളെ ഉയർത്തുമ്പോൾ, നാം ഓരോരുത്തരും ഈ മന്ത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉള്ളിൽ നിറയുന്ന ചിന്ത, എൻ്റെ ശരീരത്തിൽ എൻ്റെ ഇന്ദ്രിയങ്ങൾ, എൻ്റെ മനസ്സ്, എൻ്റെ പ്രാണങ്ങൾ, എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെക്കുറിച്ചും ധാരണയുണ്ടാകുമ്പോൾ അതിനു കാരണമായ ഒരു ജീവസാന്നിധ്യം എൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ ഉള്ളിൽ ഈ അന്നമയത്തിനും പ്രാണമയത്തിനും മനോമയത്തിനും വിജ്ഞാനമയത്തിനുമൊക്കെ ഉള്ളിൽ ആനന്ദം എന്ന, ആനന്ദപ്രാചുര്യം എന്ന ഒരു അനന്തമായ സാധ്യത ഉള്ളിൽ നിറയുന്നുണ്ട്. ഈ അനുഭവത്തെ തിരിച്ചറിയാനാകുന്നില്ലല്ലോ എന്ന ഒരു ബോധത്തോടു കൂടിയിട്ടാണ് ഇത് നാം മനസ്സിൽ നിറയ്ക്കേണ്ടത്. ഈ ബോധത്തെ എനിക്ക് ഉണ്ടാക്കിത്തരുന്ന സർവജ്ഞനായ അനന്തനായ ആ
ചൈതന്യത്തെ, ആ ബോധത്തെ, എൻ്റെ ഉള്ളിലെ ഈ ബോധത്തെ ഞാൻ സ്തുതിക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ മന്ത്രം ദേഹം, ദേഹത്തിലുള്ള അസുക്കള്, പ്രാണന്മാര്, നാഗം, കുർമ്മം, കൃകലം, ദേവദത്തം, ധനഞ്ജയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 5 ഉപപ്രാണന്മാരുണ്ട്. അപ്പൊ നമുക്ക് പരിചിതമായതും പരിചയമല്ലാത്തതുമായ ഈ പ്രാണങ്ങളാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രാണവ്യാപാരത്തെയും നിയന്ത്രിച്ചുകൊണ്ട് ഒരു യന്ത്രത്തെ എല്ലാ ദിവസവും തേച്ചു മിനുക്കി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ശരീരമെന്ന ഏറ്റവും സങ്കീർണമായ ഒരു പ്രക്രിയയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ശരീരത്തിലെ പ്രാണങ്ങളാണ്. ഈ പ്രാണസാന്നിധ്യത്തെ നാം അറിയാതെ നമ്മെ മുന്നോട്ട് നയിക്കുന്ന, നാം പ്രത്യേകിച്ച് യാതൊരു എഫർട്ട് എടുത്തിട്ടുമല്ല ഈ ശരീരം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വളരെ രസകരമായിട്ടുള്ള ഒരു ലേഖനം കണ്ടു. ആ ലേഖനത്തിൽ ഒരു കൗതുകത്തോടെ ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ഏതെങ്കിലുമൊക്കെ അവയവങ്ങളുടെ, ഇപ്പൊ ഒരു ഡയാലിസിസ് ചെയ്യാൻ പോയാൽ നമുക്കറിയാം ഒരു ഡയാലിസിസ് മുറി എത്രമാത്രം, ആ യന്ത്രങ്ങൾ എത്ര വലുതാണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ആ സിസ്റ്റം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പയറുമണിയോളം അല്ലെ, ഒരു വലിയ ബീൻ അല്ലെ, അത്രയുമുള്ള ഒരു വസ്തുവാണ് ഈശ്വരൻ നിർമ്മിച്ച. അങ്ങനെ ഒരു വസ്തു മനുഷ്യൻ നിർമ്മിച്ചപ്പോൾ ഒരു വലിയ മുറിയുടെ അത്ര വേണ്ടി വന്നു അതിനെ രണ്ടാമത് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈശ്വരൻ നിർമ്മിച്ച ഇത്രയും സങ്കീർണമായ ഒരു വളരെ ചെറിയ ഒരു ബീൻസിനേക്കാൾ ഇച്ചിരി കൂടെ വലുത് എന്ന് പറയുന്നത് പോലെ ഒരു വസ്തുവിനെ മനുഷ്യൻ നിർമ്മിച്ചപ്പോൾ അത്ര വലിയൊരു വസ്തുവാണ് നമുക്കുണ്ടായത്. അപ്പം മനുഷ്യന്റെ നിർമ്മിതി ഈശ്വര നിർമ്മിതിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മനുഷ്യൻ അതിനെ എങ്ങനെയൊക്കെ പുനഃസൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടും അതിന്റെ പകുതി പോലും ആവുന്നില്ല. അപ്പൊ ഈ ശാസ്ത്രജ്ഞൻ പറയുന്നത്, നിങ്ങളുടെ ശരീരത്തിന്റെ, നമ്മളെപ്പോഴും പറയുമല്ലോ എനിക്ക് ചെയ്യാൻ സാധിക്കാത്തത് എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ ശരീരത്തിന്റെ ചില അവയവങ്ങളെ പ്രവർത്തിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഒരു ദിവസമൊന്നും വേണ്ട, ഒരു മണിക്കൂറത്തേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് വിചാരിച്ചോ. നിങ്ങളുടെ ഹാർട്ടിനെ ഇന്നത്തെ ദിവസം മുഴുവൻ പ്രവർത്തിപ്പിക്കേണ്ടത്, ഇത് ദൈവം പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ടാണല്ലോ അത് നിന്ന് പോകുന്നതെന്നാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് അസുഖങ്ങൾ വരുന്നത് ഈശ്വരൻ പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ടാണെന്നാണല്ലോ നമ്മൾ പലപ്പോഴും കരുതുന്നത്. അപ്പൊ ഈ സയന്റിസ്റ്റ് വളരെ കൗതുകമായിട്ട് തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങളുടെ ശരീരത്തിലെ ചില അവയവങ്ങളെ ഒരു ദിവസം പ്രവർത്തിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്ക് തരുന്നു. പോട്ടെ, ഒരു 2 മണിക്കൂർ നിങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങളെ പ്രവർത്തിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം തരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? അദ്ദേഹം അതിൽ കുറേ രസകരമായിട്ടുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇതൊരു മൾട്ടി ടാസ്ക് ആണ്. ഒരവയവമല്ല നമുക്കുള്ളത്. ഈ വീട്ടിൽ നിന്ന് പോരാൻ നേരത്ത് വീട് പൂട്ടിയോ എന്ന് പോലും മറന്നു പോകുന്ന നമ്മള്, 10 പ്രാവശ്യം തുറന്നു നോക്കുന്ന നമ്മള്, ഗ്യാസ് ഓഫ് ചെയ്തോ എന്നറിയുന്ന നമ്മള്, തലച്ചോറ് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അയ്യോ ഹാർട്ട് പ്രവർത്തിക്കാൻ മറന്നുപോയി അത് നിന്ന് പോകുന്നത്. അപ്പോഴാണ് ഉള്ളിലത്തെ പല അവയവങ്ങളും, അയ്യോ ഞാൻ കിഡ്നി പെട്ടെന്ന് മറന്നുപോയി അതവിടെ സ്റ്റക്കാവും, അയ്യോ ഞാൻ പാൻക്രിയാസിനെ പ്രവർത്തിപ്പിക്കാൻ മറന്നുപോയി അതവിടെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടാവും. പാൻക്രിയാസ് ശരിയാക്കാൻ പോയപ്പോഴാണ് തലച്ചോറിന്റെ കാര്യം വിട്ടിട്ടാണ് പാൻക്രിയാസിലേക്ക് വന്നത്. അപ്പോ ഈ നിർമ്മിതി മനുഷ്യനെ ഒന്ന് ഏൽപ്പിച്ചാൽ, ഇത് പ്രവർത്തിപ്പിക്കാനുള്ള ഉദ്ദേശം ഉത്തരവാദിത്തം മനുഷ്യനെ ഒന്ന് ഏൽപ്പിച്ചാൽ, ഒരു ദിവസം വേണ്ട, അതൊരു 1/2 സെക്കൻഡ് കൊണ്ട് ആ വ്യവസ്ഥ അവ്യവസ്ഥയിലായിപ്പോ, കൊളാപ്സ്ഡ് ആയിപ്പോ. പലതും നമ്മൾ മറന്നുപോകും. ഹാർട്ട് പ്രവർത്തിക്കാൻ നിന്ന് പോവും, കിഡ്നി അവിടെ കിടക്കും. അപ്പോ ഈ ശരീരത്തിന്റെ സങ്കീർണതകളിലൂടെ ഒന്ന് മനനം ചെയ്താൽ, അസുഖക്കിടക്ക ഇതിനൊരു വലിയ സാധ്യതയാണ്. രോഗക്കിടക്കയിൽ കിടക്കുമ്പോഴാണ്, നടുവേദന വരുമ്പോഴാണ് ബാക്കിൽ നട്ടലുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പൊ രോഗക്കിടക്കയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു അനുഭവം വേണ്ടി വന്നു. ഭാഗവത മനനം ചെയ്യാനായിട്ട് ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അനുഭവം വേണ്ടി വരും. രോഗക്കിടക്കയിൽ ഇരുന്നു കൊണ്ട് ഈ ശരീരത്തിലെ ഈ ദേഹം, ഈ ശരീരത്തിൽ എന്നെ ശ്വസിപ്പിക്കുന്ന, എനിക്ക് വായു എത്തിച്ചു തരുന്ന, എൻ്റെ എല്ലാ വായുവിൻ്റെ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന പ്രാണങ്ങൾ, എൻ്റെ ഇന്ദ്രിയങ്ങൾ, എൻ്റെ മനസ്സ്, എൻ്റെ പഞ്ചഭൂതങ്ങൾ, എൻ്റെ പഞ്ചതന്മാത്രകൾ, ഞാൻ പഞ്ചഭൂതങ്ങളിലേക്കൂടെയും പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ആഹരിക്കുന്ന പലതരത്തിലുള്ള വസ്തുക്കൾ,
ഇത് മുഴുവനുമുള്ള സങ്കീർണമായ ഈ ശരീരത്തിനുള്ളിൽ അതിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏറ്റവും സങ്കീർണമായ ഒരു സാങ്കേതിക വിദ്യയെ വളരെ വിദഗ്ധമായി ഒരു മൾട്ടി ടാസ്ക് ചെയ്യുന്ന ഒരാളെ പോലെ നമ്മുടെ ശരീരത്തിലെ എല്ലാ വ്യവസ്ഥകളെയും കൃത്യമായ അനുപാതത്തിൽ രക്തമെത്തിച്ച്, കൃത്യമായ അനുപാതത്തിൽ അതിലേക്ക് വേണ്ട വായു എത്തിച്ച്, കൃത്യമായ അനുപാതത്തിൽ അതിൻ്റെ ഓരോ ഇടങ്ങളെയും ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവസാന്നിധ്യത്തെ, ഈ പുരുഷൻ എന്ന സാന്നിധ്യത്തെ, അതിൻ്റെ ചേതനൻ എന്ന സാന്നിധ്യത്തെ പലപ്പോഴും ഈ ദേഹാദി ജഡങ്ങൾക്ക് ഊർജം നൽകുന്ന അന്തഃപ്രവിശ്യ ഏതൊരു ചൈതന്യമാണോ എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് എൻ്റെ വാക്കിനെ, എൻ്റെ ചിന്തയെ, എൻ്റെ പ്രവൃത്തികൾക്ക് ശക്തി തരുന്നത്, ആ ജഡത്തിനുള്ളിലുള്ള ചേതന സ്വരൂപനെ, ജഡത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഈ ദേഹത്തിനു കാരണമായ ദേഹിയെ, ഈ പുരത്തിനു കാരണമായ പുരിനാഥനെ, പുരിവാതിൽ പുറമെല്ലാം പരിപാവനമാക്കുന്നു. പുരിനാഥനെ അറിയുന്നില്ല. നമ്മൾ പുരിയുടെ വാതിൽപ്പുറമൊക്കെ തേച്ചു മിനുക്കി വെക്കും, പുരിയുടെ വാതിൽപ്പുറമൊക്കെ പരിപാവനമാക്കി വെക്കും. പക്ഷേ പുരിനാഥനെ അറിയുന്നില്ല. പരിമിതമായ ഈ ജീവൻ, ഈ പരിമിതമായ ഈ ശരീരത്തിനുള്ളിൽ നിന്നുകൊണ്ട് അജ്ഞാനത്തിൻ്റെ കട്ടികൂടിയ ആവരണം കൊണ്ട് സർവവ്യാപിയായ സർവജ്ഞനായ ഈ പരമതത്വത്തെ അറിയുന്നില്ല എന്ന ഒരു അനുഭവമാണ് ഇവിടെ മൂന്നാമത്തെ പദ്യത്തിൽ, മൂന്നാമത്തെ മന്ത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സർവജ്ഞം അനന്തം പരമാത്മ ചൈതന്യം, സർവജ്ഞനും അനന്തനുമായ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അറിവിൻ്റെ ഇരിപ്പിടവും, ഈ പ്രപഞ്ചത്തെ മുഴുവൻ അറിയുകയും എൻ്റെ ദേഹത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ തലത്തെ പോലും അറിയുകയും ചെയ്യുന്ന അനന്തമായ, അപരിമിതമായ, പരിമിതികളില്ലാത്ത, ഇതൊക്കെ നമ്മൾ പലതവണ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ്. അനന്തം എന്നൊക്കെ ഉള്ളത് നമ്മൾ ഉപയോഗിച്ച് നമുക്ക് പരിചിതമായ വാക്കാണ്. പക്ഷേ അനന്തം എന്ന അപാരതയെ സൂചിപ്പിക്കുന്നു, അനന്തം എന്ന പരിമിതികളില്ലാത്ത ബോധത്തെ സൂചിപ്പിക്കുന്ന ഒരു ധ്യാനമാണ് നമുക്ക് മനസ്സിലേക്ക് ഋഷിമാരിട്ട് തരുന്നത്. ദേഹം അസവഹ അക്ഷാ മനവോ ഭൂതമാത്ര ന ആത്മാനമന്യം ച വിദു പരം യത് സർവം പുമാൻ വേദ ഗുണാംശ്ച തജ്ഞഃ ന വേദ സർവജ്ഞമനന്തമീടേ. ഈ ലോകത്തെ മുഴുവനും അറിയുന്ന മനുഷ്യൻ, ഈ ലോകത്തിലെ എല്ലാ വ്യവഹാരങ്ങളെയും പരിചയിക്കുന്ന ദേഹാദികളായ ജഡങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങളെ നന്നായി അറിയുന്ന മനുഷ്യൻ സർവജ്ഞനും അനന്തനുമായ ഈ പരമതത്വത്തെ അറിയുന്നില്ലല്ലോ എന്ന് മനനത്തോടുകൂടി നമുക്ക് സ്മരിക്കാം. ഒന്നുകൂടി ആയിട്ട് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. അപ്പം 4 നമുക്ക് അവസാനിപ്പിക്കാം. ശരി, അടുത്ത മന്ത്രത്തിൽ എന്തുകൊണ്ട് ഈ പറഞ്ഞ ഈ ചൈതന്യത്തെ അറിയുന്നില്ല എന്നൊരു വസ്തുതയെ അവതരിപ്പിച്ചു. സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവാം, എന്തുകൊണ്ടാണ് ഈ ജീവന് തൻ്റെ തന്നെ സ്വരൂപത്തെ അറിയാൻ പറ്റാതെ പോകുന്നത് എന്ന ചോദ്യത്തിന്, മുന്നത്തെ പദ്യത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് അടുത്ത പദ്യത്തിൽ. യദോപരാമോ മനസോ നാമ രൂപ രൂപസ്യ ദൃഷ്ട സ്മൃതി സംഭ്രമോഷാത് യ ഈയത്തെ കേവലയാ സ്വസംസ്ഥയാ ഹംസായ തസ്മൈ ശുചിസത്മനേ നമ. ഇതിൽ നേരിട്ട് തന്നെ ആ ഒരു ഹംസഭാവത്തെ അഭിസംബോധന ചെയ്യുകയാണ്. യദോപരാമോ മനസോ നാമരൂപരൂപസ്യ ദൃഷ്ട സ്മൃതി സംഭ്രമോഷാത് യ
ഈയത്തെ കേവലയാ സ്വസംസ്ഥയാ ഹംസായ തസ്മൈ ശുചിസത്മനേ നമ. എപ്പോഴാണ് ഒരാൾക്ക് സാക്ഷാത്കാരമുണ്ടാകുന്നത്? എപ്പോഴാണ് ഒരാൾക്ക് പരമാത്മ അനുഭവം ഉറയ്ക്കുന്നത്? എപ്പോഴാണ് ഒരാളിൽ തൻ്റെ അപരിമിതത്വത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നത് എന്നാണ് ചോദ്യം. യദോപരാമോ മനസോ നാമരൂപരൂപസ്യ ദൃഷ്ട സ്മൃതി സംപ്രമോഷാത് യ ഈയത്തെ കേവലയാ സ്വസംസ്ഥയാ ഹംസായ തസ്മൈ ശുചിസത്മനേ നമഃ. ഹംസായ തസ്മൈ ശുചിസത്മനേ നമഃ. ഇതാണ് ഇതിലെ ധ്യാന മന്ത്രം. രാഗമുദ്ര എന്നൊക്കെ പറയില്ലേ, സംഗീതത്തിലൊക്കെ ആ സംഗീതകാരൻ്റെ ഒരു രാഗമുദ്ര അദ്ദേഹം ആ സംഗീത കൃതിയിൽ എവിടെയെങ്കിലും ഒരിടത്ത് ചേർത്തിട്ടുണ്ടാവും. അതുപോലെ വേദവ്യാസ ഭഗവാന്റെ ജ്ഞാനമുദ്രയാണ്, ഭാഗവതത്തിൽ ചേർത്തിട്ടുള്ള ജ്ഞാനമുദ്രയാണ് ഇതുപോലെ മന്ത്രങ്ങളിൽ നിന്നും നാം ധ്യാനമന്ത്രങ്ങളായി എടുക്കുന്നത്. ഹംസായ തസ്മൈ ശുചിസത്മനേ നമഃ. ശുചിസത്മനേ നമ. ശുചി ശുദ്ധമായ ഹൃദയമാകുന്ന വാസസ്ഥാനത്തോടു കൂടിയ ഹംസായ തസ്മൈ നമഃ. ഹംസ രൂപത്തിലുള്ള ഭഗവാന്, പരിശുദ്ധനായവന് നമസ്കാരം. ശുചിസത്മനെ എനിക്ക് വളരെ ഇഷ്ടം തോന്നിയൊരു വാക്കാണ്. എവിടെയാണ് ആ ഭഗവാൻ വസിക്കാൻ ഇഷ്ടപ്പെടുന്നത്? ഹംസരൂപിയായിട്ടുള്ള, ഹംസത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നീരക്ഷീര വിവേകമുള്ള ഒരേ ഒരു പക്ഷിയാണ് ഹംസം. അതൊരു സങ്കല്പമാകാം, അതൊരു യാഥാർത്ഥ്യമാകാം. എന്തായാലും അതൊരു വേദാന്ത വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഹംസൻ എന്ന് പറയുന്നത് ഒരു വലിയ ആശയ അനുഭവ തലമാണ്. വെള്ളവും പാലും ഒരുമിച്ച് വെച്ച് കൊടുത്താൽ ഹംസത്തിന് ക്ഷീര വിവേകമുണ്ടത്രേ. ജലത്തിൽ നിന്നും പാലിൽ നിന്നും ഉള്ള പ്രത്യേകതകൾ മനസ്സിലാക്കി പാൽ വെള്ളത്തിൽ നിന്നും പാല് മാത്രം തിരഞ്ഞെടുക്കാനുള്ള ശക്തിയുണ്ട് ഹംസത്തിന്. ഇത് ഒരു വേദാന്ത വിദ്യാർത്ഥി ലോക ജീവിതത്തിൽ പഠിക്കേണ്ട ഏറ്റവും വലിയ ഗുണം കൂടിയാണ്. ഹംസഗുഹ്യം മനനം ചെയ്യുമ്പോൾ ഈ മനനത്തിൻ്റെ ഏറ്റവും ധന്യമായ ഈ അവസാന ഭാഗത്ത് ഇനിയും അടുത്ത ശ്ലോകങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നാം തുടരാമെന്ന് ധരിക്കുന്ന ഈ ആദ്യത്തെ ദിവസത്തെ മനനത്തിൻ്റെ അവസാന ഭാഗത്ത് നാം ഹംസഗുഹ്യമാണ് മനനം ചെയ്തത്. അതുകൊണ്ട് ഹംസഭാവമാണ് നാം സ്വീകരിക്കേണ്ടത്. ഈ ലോക ജീവിതം ഇതുപോലുള്ള അനുഭവങ്ങളുടെ കെട്ടിമറിഞ്ഞു കിടക്കുന്നതാണ്. സത്യവും അനൃതവും. ബ്രഹ്മസൂത്ര ശങ്കരഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ പറയും, സത്യനൃതേ മിഥുനീകൃത്യ. സത്യത്തെയും അനൃതത്തെയും കൂട്ടിക്കുഴച്ചുകൊണ്ടാണ് ഈ ലോകം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഈ മനുഷ്യൻ അനുഭവിക്കുന്നത് മുഴുവനും ജഡവുമുണ്ട്, ജീവനുമുണ്ട്. ഈ ലോകത്തിൽ എല്ലായിടത്തും ജഡവുമുണ്ട്, ചൈതന്യവുമുണ്ട്. ജഡ ചൈതന്യങ്ങൾ പരസ്പരം കൂടിയിരിക്കുന്നത് കൊണ്ട് ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ കുട്ടികളോട് പറയും നമ്മൾ, അയപ്പിണ്ടസ്യ ദഗ്ധൃത്വാഭാവേ അപി. ഇരുമ്പിനൊരിക്കലും കത്താൻ സാധിക്കില്ല. കത്തുന്നത് തീയാണ്. പക്ഷേ കത്തുന്ന തീയ് ഇരുമ്പിനോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് ഇരുമ്പ് കത്തുന്നില്ലെങ്കിലും നമ്മൾ അയോദഹതി എന്ന് വ്യവഹരിക്കാറുണ്ട്. കത്തുക എന്നത് അഗ്നിയുടെ സ്വഭാവമാണ്. പക്ഷേ ഇരുമ്പിനോട് അത്യന്ത താദാത്മ്യമുള്ളത് കൊണ്ട് നാം ഇരുമ്പ് കത്തുന്നു എന്ന് അഗ്നിയുടെ കത്തലിനെ പരാമർശിച്ചുകൊണ്ട് ഇരുമ്പ് കത്തുന്നു എന്ന് പറയാറുണ്ട്. അതുപോലെ ഈ സത്യമൃതങ്ങൾ മിഥുനീകരിച്ചുകൊണ്ട് ഇതിൽ നിന്നും സത്യമേതാണ്, ഇതിൽ നിന്നും ഈ ലോക ജീവിതത്തിലെ ഇത് സത്യമാണോ ഇത് തിന്മയാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത
ഒരു ലോക ജീവിതം നമുക്ക് സമ്മാനിച്ചിട്ട് നമുക്ക് ഹംസ ഭാവവും തന്നു. കാരണം ഹംസത്തെ പോലെ ഈ ലോക ജീവിതത്തിൽ നിന്നും ക്ഷീരം മാത്രം എടുത്തുകൊണ്ട് നീ ജീവിതം മുന്നോട്ട് പോകും. ഹംസായ, ആ ഹംസം വസിക്കുന്നത് എവിടെയാ? ഹംസ ഏറ്റവും വൃത്തിയുള്ള ഇടത്താണ് വസിക്കുന്നത്. ശുചി സത്മനെ, ഏറ്റവും ശുദ്ധമായ ഇടത്ത്, ശുദ്ധഹൃദയമാകുന്ന വാസസ്ഥാനത്തോടു കൂടിയ ഹംസായ തസ്മൈ നമഃ എന്നാണ് ആ മന്ത്രം മനനത്തിനായി നമുക്ക് തരുന്നത്. നോക്കാം. നാമരൂപസ്യ മനസഃ, നാമരൂപരൂപസ്യ മനസഃ, നാമരൂപങ്ങളെ രൂപപ്പെടുത്തുന്ന മനസ്സ്, നാമത്തിനനുസരിച്ച് രൂപത്തെ ഉണ്ടാക്കുന്ന മനസ്സ്. നാമരൂപരൂപമാണ് മനസ്സ്. നാമരൂപരൂപസ്യ മനസഃ, നാമരൂപരൂപങ്ങളെ. നമുക്ക് മനസ്സിന്റെ പ്രത്യേകത, ഒരു നാമത്തിനനുസരിച്ച് അതിൻ്റെ രൂപത്തെ രൂപപ്പെടുത്താൻ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതാണ് നമ്മുടെ മനസ്സിന്. നാമത്തിനനുസരിച്ച് രൂപം നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. മനസ്സ് ഈ സങ്കല്പങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. മനസ്സിനെ നമുക്ക് കുറച്ചും കൂടി ഭംഗിയായി അടുത്തതിൽ പരിചയപ്പെടാം. ഈ മനസ്സ് നാമരൂപങ്ങളെ, നാമത്തിനനുസരിച്ചുള്ള രൂപത്തെ, അതാണ് നാമരൂപരൂപസ്യ മനസഃ, നാമരൂപ രൂപങ്ങളെ ഉണ്ടാക്കുന്ന മനസ്സ്. ദൃഷ്ട സ്മൃതി സംപ്രമോഷാത്, ദൃഷ്ട സ്മൃതികളുടെ സംപ്രമോഷം, സമൂലമായിട്ടുള്ള നാശം കാരണമായിട്ട്. എപ്പോൾ സാക്ഷാത്കാരം ഉണ്ടാകുമെന്നല്ലേ ചോദ്യം? ഈ മന്ത്രം തുടങ്ങിയപ്പോഴുള്ള ചോദ്യം എപ്പോഴാണ് സാക്ഷാത്കരിക്കുന്നത് എന്നല്ലേ? അപ്പൊ മനസ്സ് കുറെ കാര്യങ്ങൾ നിരന്തരമായി നമുക്ക് ചെയ്തു തരുന്നുണ്ട്. മനസ്സ് ചെയ്തു തരുന്ന മനസ്സിൻ്റെ ചലനങ്ങളെയാണ് ഈ മന്ത്രത്തിൽ മനനം ചെയ്യുന്നത്. മനസ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ദൃഷ്ട സ്മൃതി സംപ്രമോഷാത്. മനസ്സ് ചെയ്തു തരുന്നത്, മനസ്സിന്റെ ചലനങ്ങൾ, ഒന്ന് മനസ്സ് നാമരൂപങ്ങളെ രൂപീകരിക്കുന്നു. ഇനി മനസ്സിന് സംശയവും ഉണ്ടാകും, വിപര്യവും ഉണ്ടാവും. നമുക്ക് സംശയങ്ങൾ ഉണ്ടാക്കിത്തരും, നമുക്ക് വിപര്യങ്ങൾ ഉണ്ടാക്കിത്തരും, നമുക്ക് തെറ്റായ ജ്ഞാനം ഉണ്ടാക്കിത്തരും, നമുക്ക് ശരിയായ ജ്ഞാനം ഉണ്ടാക്കിത്തരും, ഇതാണോ അതാണോ എന്ന ബോധം ഉണ്ടാക്കിത്തരും. സംശയ വിപര്യങ്ങൾ ഉണ്ടാക്കിത്തരുന്നത് മനസ്സാണ്. ഇനി മനസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അനേക കാര്യങ്ങൾ സങ്കല്പിക്കും, സങ്കല്പ വികല്പങ്ങൾ ഉണ്ടാക്കിത്തരുന്നതാണ് മനസ്സ്. അനേക കാര്യങ്ങളെ മനസ്സ് സങ്കല്പിക്കും, അനേക കാര്യങ്ങളെ മനസ്സ് താലോലിക്കും, അനേക കാര്യങ്ങളെ മനസ്സ് രൂപപ്പെടുത്തും. അപ്പോ നാമരൂപങ്ങൾക്കനുസരിച്ച്, നാമക്കൾക്കനുസരിച്ച് രൂപത്തെ നമ്മുടെ മനസ്സുണ്ടാക്കിത്തരും. നമ്മുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കിത്തരും, മിഥ്യാജ്ഞാനങ്ങൾ ഉണ്ടാക്കിത്തരും. വിപര്യം, മിഥ്യാജ്ഞാനം അതദ്രൂപ പ്രതിഷ്ഠിതം എന്ന് പറയും. അതിൻ്റെ രൂപമാണ് തദ്രൂപം, അതിൻ്റെ രൂപമല്ലാത്തതാണ് അതദ്രൂപം. എന്ന് വെച്ചാൽ തെറ്റായ ജ്ഞാനം നമുക്ക് ഉണ്ടാക്കിത്തരും. ഒരു ഗ്ലാസിനെ കണ്ടിട്ട് ഗ്ലാസ് ആണ് എന്ന് ധരിച്ചാൽ അത് സത്യജ്ഞാനമാണ്, അല്ലേ? വേദാന്തത്തിൽ സ്ഥിരം പറയുന്ന കയറിനെ കണ്ടിട്ട് കയറ് തന്നെയാണെന്ന് മനസ്സിലാക്കിയാൽ അത് സത്യജ്ഞാനമാണ്. പക്ഷെ മനസ്സ് നമുക്ക് ചിലപ്പോൾ അതിനെ വേറെ പലതുമായിട്ട് നമുക്ക് കാണിച്ചു തരും. ഈ ലോകത്തിലെ പല മോഹിപ്പിക്കുന്ന വസ്തുക്കളെയും കാട്ടിയിട്ട് മനസ്സ് പറയും, വരൂ വന്ന് എന്നെ എടുത്ത് കഴിക്കൂ, നിനക്ക് നല്ല സ്വാദായിരിക്കും. ബേക്കറിക്കുള്ളിലൊക്കെ ഇങ്ങനെ ഇരുന്ന് നിറങ്ങൾ കൊണ്ടുള്ള വസ്തുക്കളെ കാണുമ്പോൾ കുട്ടികളെപ്പോലെ നമ്മളെ മനസ്സ് വിളിക്കും. അതദ്രൂപ പ്രതിഷ്ഠിതം എന്ന് പറയുന്നത് അതിലാണ്. അതിന്റെ തദ്രൂപം എന്ന് പറയുന്നത്, അതിൽ ഷുഗർ ഉണ്ട്, അതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതിൽ നമ്മളെ പ്രശ്നത്തിലേക്ക് നയിക്കുന്ന കുറെ സാധനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ തദ്രൂപം. പക്ഷെ അതിന്റെ അതദ്രൂപമാണ് ജിലേബി, കേക്ക്, പേസ്ട്രി. ഇനി അത്രയൊന്നും പോകണ്ട, നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന അരി, അല്ലേ, ഗോതമ്പ്, അതിൻ്റെയൊക്കെ തദ്രൂപം എന്ന് പറയുന്നത് പ്രോട്ടീനാണ്,
അത് കാർബാണ്, അത് സാച്ചുറേറ്റഡ് ഇതാണ്, ഷുഗറാണ്, ഫാറ്റാണ്, ഇതൊക്കെയാണ് അതിൻ്റെ തദ്രൂപം. പക്ഷേ അതിൻ്റെ നമ്മെ ഭ്രമിപ്പിക്കുന്ന രൂപമാണ് കേക്കായി, ജിലേബിയായി, ലഡുവായി, ഭംഗിയുള്ള വസ്തുക്കളായി നമ്മുടെ മുമ്പിൽ അതിനെ പ്രദർശിപ്പിച്ചു കാണിച്ചു തരും ലോകം. അപ്പൊ മനസ്സ് നമ്മളെ വിളിക്കും, വരൂ എന്നെ എടുത്ത് അനുഭവിക്കൂ, എന്നെ എടുത്ത് കഴിക്കൂ, എന്നിട്ട് സുഖമായി നീ ജീവിക്കൂ. അപ്പൊ തദ്രൂപം കാണാതെ അതിൻ്റെ ഭ്രമിപ്പിക്കുന്ന രൂപത്തെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു മനസ്സിൻ്റെ സ്വഭാവമുണ്ട്. ഈ മനസ്സിൻ്റെ സ്വഭാവത്തെയാണ് വിക്ഷേപം എന്ന് പറയുന്നത്. മനസ്സിൻ്റെ മറ്റ് 2 ഗുണങ്ങളാണ് ആവരണം ചെയ്യാനും വിക്ഷേപം ചെയ്യാനുമുള്ള കഴിവ്. സ്വന്തം സ്വരൂപത്തെ മറച്ചു വെച്ച് മറ്റൊന്നായി കാണിച്ചു തരിക. ഷുഗർ എന്ന് പറയുന്ന തൻ്റെ സ്വരൂപത്തെ മറച്ചു വെച്ച് അതിനെ എന്തൊരു സ്വാദുള്ള പഞ്ചാര പായസമാണ്, എൻ്റെ അച്ഛനുണ്ടാക്കിയ അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുണ്ടാക്കിയ, അമ്മ ഉണ്ടാക്കി തന്ന പാലടപ്രഥമൻ എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ മനസ്സിൻ്റെ സ്വഭാവം. അത് നമ്മളെ കൊന്നു തിന്നാനുള്ള എന്തൊക്കെയോ വസ്തുക്കളാണെന്നും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ ഓരോ ദിവസവും പിടിച്ചെടുത്തുകൊണ്ട് പോകാനുള്ള വസ്തുക്കളാണെന്നും നമ്മളോട് പറയില്ല മനസ്സ്. മറിച്ച് അതിലൊക്കെ പോയി നമ്മൾ ഇമോഷനെ ഫിറ്റ് ചെയ്യും. അവൻ്റെ പിറന്നാളിന് ഞാൻ 1 ഗ്ലാസ് പായസം കുടിച്ചില്ലെങ്കിൽ, അദ്ദേഹം തന്നപ്പോൾ ആ മിഠായി ഞാൻ കഴിച്ചില്ലെങ്കിൽ, മോൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന മിഠായി കഴിച്ചില്ലെങ്കിൽ, ഇതൊക്കെയാണ് മനസ്സിന്റെ ആവരണ വിക്ഷേപ ശക്തി. മിഠായി എന്നതിലെ ശരിയായ സ്വഭാവത്തെ മറച്ചു വെക്കുകയും അത് നിങ്ങളുടെ ജീവനെ ഓരോ ദിവസവും അപഹരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളെ അത് കവർന്നെടുക്കും. നിങ്ങളുടെ ജീവിതത്തിലെ വയസ്സിനെ അത് പെട്ടെന്ന് പിടിച്ചുകൊണ്ടുവരും. ഷുഗർ കൂടുതൽ ഉപയോഗിച്ചാൽ ഏജിങ് വളരെ പെട്ടെന്നാവുമെന്ന് പുതിയ കാലത്ത് പറയുന്നു. പെട്ടെന്ന് വയസ്സാവും ഷുഗർ കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക്. പുതിയ ചെറുപ്പക്കാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, അവരൊക്കെ ഷുഗർ കട്ടാണ്. നമ്മളാണ് വീണ്ടും വീണ്ടും ഷുഗറിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ് ഈ സംശയവും വിപര്യവും ഉണ്ടാക്കുന്നത്. മറ്റൊന്ന് സങ്കല്പം, വികല്പം, ഭാവനകൾ. ഒന്നിനെ വെച്ച് ആലോചിച്ച് അനേക ഭാവനകൾ. ഇനിയോ മനസ്സിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സ്വഭാവമാണ് സ്മരണ. ഞാൻ മറക്കില്ല അതൊന്നും, അല്ലെ? എന്നോട് ചെയ്തതൊന്നും ഞാൻ മറക്കില്ല, ഞാൻ പൊറുത്താലും ഞാൻ മറക്കില്ല. ഇങ്ങനെ സ്മരണയുണ്ടാക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഈ അനുഭവങ്ങളിലൂടെ ഈ അവസ്ഥകളിൽ മുഴുവനും കടന്നു പോകുന്ന ഒരു അനുഭവമുണ്ട് മനസ്സിന്. സ്വരൂപത്തെ ആവരണം ചെയ്യാനും മറ്റൊന്നായി കാണിക്കാനും. നമുക്കറിയാവുന്ന ഉദാഹരണം തന്നെ, ഒരു തിളക്കമുള്ള ഒരു വസ്തുവിനെ കണ്ടാൽ അതിൻ്റെ ഒരു വെറും മുത്തുച്ചിപ്പിയാണ് എന്ന സ്വരൂപത്തെ മറച്ചു വെക്കാനും, അത് ഭംഗിയുള്ള വെള്ളിയാണ്, വെള്ളി നാണയമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തിളക്കം കൊണ്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള ആവരണ വിക്ഷേപം. ആവരണം സ്വരൂപം മറച്ചു വെക്കുക, വിക്ഷേപം മറ്റൊന്നായി കാണിക്കുക. ഇങ്ങനെയുള്ള അനേക സ്വഭാവത്തോടു കൂടിയ ഒരാൾ, ഇത്രയും സ്വഭാവമുള്ള ഒരാളെ എങ്ങനെ നമുക്ക് മെരുക്കാൻ പറ്റുക? അയാളുടെ ഗുണം ഒന്നൊക്കെ ആയിരുന്നുവെങ്കിൽ നമുക്ക് അത് മാത്രം നിയന്ത്രിച്ചാൽ മതിയായിരുന്നു. ഇത്രയും നാമരൂപങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ഇമേജുകൾ സൃഷ്ടിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ദേഷ്യം, അസൂയ, ഈർഷ്യ, ഒരേ വസ്തുവിനോട് തന്നെ ചിലർക്ക് ദേഷ്യം, ചിലർക്ക് ഇഷ്ടമില്ലായ്ക, മതം, മാത്സര്യം തുടങ്ങിയ എല്ലാ ഭാവങ്ങളും നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്ന് നിറയ്ക്കുന്നു. സംശയങ്ങൾ ഉണ്ടാക്കുന്നു, വികല്പങ്ങൾ ഉണ്ടാക്കുന്നു, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നു, ധാരണകൾ ഉണ്ടാക്കുന്നു, സ്വരൂപത്തെ മറച്ചു വെക്കുന്നു, മറ്റു പലതായി കാണിച്ചു തരുന്നു. ഇങ്ങനെ 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 അനേക ദൃഷ്ടസ്മൃതി സംപ്രമോഷാത്, അനേക സ്വഭാവങ്ങളോട് കൂടിയ മനസ്സ്. ഈ മനസ്സ് നിരന്തരം, കപിയോടാണ് ശാസ്ത്രജ്ഞന്മാർ ഉപമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിൻ്റെ ഈ നിരന്തരമായ പ്രവർത്തനങ്ങൾ മൂലം ഈ ശരീരത്തിൻ്റെ സ്വാമിയായ, ഈ ശരീരത്തിൻ്റെ നാഥനായ ഒരാളുടെ നിത്യമായ സാന്നിധ്യത്തെ നാം അറിയാതെ പോകുന്നു. എന്തുകൊണ്ട് നമുക്ക്
ഈ പ്രപഞ്ചബോധത്തിൻ്റെ ഭാഗമായ ഒരു ശക്തി നമ്മളോട് കൂടെ ഉണ്ടായിട്ടും നാം അതറിയാതെ പോകുന്നു. ഇവിടെ നടക്കുന്ന ഒരു ശാന്തമായ വീണാനാദം പലപ്പോഴും നമുക്ക് കേൾക്കാതെ പോകുന്നത് ഈ ലോകത്തിൻ്റെ ബഹളം കൊണ്ടാണ്. ബഹളം നിറഞ്ഞ ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു ശാന്തമായ സ്വസ്ഥമായ ഒരു സ്വരം, മൗനം എന്നത് നമുക്ക് ഒരിക്കലും സാധിക്കാത്തതായി മാറുന്നത് ബഹളങ്ങൾക്കുള്ളിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് മനസ്സിന്റെ എത്രയെത്രയോ ഭാവങ്ങളുള്ള സങ്കല്പവും വികല്പവും സ്മൃതിയും മറവിയും ഓർമ്മയും പലതായി കാണിച്ചു തരലും ഒക്കെയുള്ള മനസ്സിന്റെ വികാരാനുഭവ താണ്ഡവങ്ങൾക്ക് മുന്നിൽ നാം പലപ്പോഴും ജീവസാന്നിധ്യത്തെ തിരിച്ചറിയാതെ പോകുന്നു. അങ്ങനെ പ്രകൃതിയുടെ ഈ മനസ്സിന്റെ ഈ ഗുണങ്ങളോട് കൂടിയിട്ട് ഈ സച്ചിദാനന്ദ സ്വരൂപനായ ആത്മസാന്നിധ്യത്തെ നാം തിരിച്ചറിയാതെ പോകുന്നു. ആ ചോദ്യമായിരുന്നു നാം പ്രധാനമായും ചോദിച്ചത്. എന്തുകൊണ്ടാണ് സാക്ഷാത്കാരം നമുക്ക് ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ് അവനവനിലെ ഈശ്വര സാന്നിധ്യത്തെ നമുക്ക് മനസ്സിലാകാതെ പോകുന്നത്? ചോദ്യം വളരെ ക്ലിയറായ ചോദ്യമാണ്. അതുകൊണ്ട് ഉത്തരവും വളരെ കൃത്യമാണ്. ഈ മനസ്സിൻ്റെ വികാര താണ്ഡവങ്ങൾക്കിടയിൽ നാം പലപ്പോഴും ആ ബഹളങ്ങളിൽ പെട്ടിട്ട് ഉള്ളിലെ ഈ ആത്മസ്വരൂപത്തിൻ്റെ അഹം അഹം സോഹം സോഹം എന്ന ആ ശബ്ദത്തെ കേൾക്കാതെ പോകുന്നു. അപ്പോൾ എങ്ങനെ സാക്ഷാത്കാരം ഉണ്ടാകും? മനസ്സൊടുങ്ങിയാൽ സാക്ഷാത്കാരം ഉണ്ടാകും. അപ്പോൾ ഒറ്റ ചോദ്യമേ ഉള്ളൂ. അങ്ങേയറ്റം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുരങ്ങന്റെ സ്വഭാവത്തോടു കൂടിയിട്ട് ചാടി തുള്ളിക്കളിച്ചു കൊണ്ടിരിക്കുന്ന, എന്തിനെ കുറിച്ചും അഭിപ്രായം പറയുന്ന, എന്തിലും കയറി ഇടപെടുന്ന, എന്തിനെ കണ്ടാലും അതിനെപ്പറ്റി ചിന്തിച്ച് ദിവസങ്ങൾ പാഴാക്കുന്ന, പലതും പറഞ്ഞ് പകൽ കളയുന്ന നാവിൻ്റെ പിന്നിലെ മനസ്സാന്നിധ്യം, ഈ മനസ്സ് അസ്തമിച്ചാൽ, ഈ മനസ്സിനെ എവിടെയെങ്കിലും ഒന്ന് പിടിക്കാൻ സാധിച്ചാൽ, ഈ മനസ്സിനെ എപ്പോഴാണോ യഥാ ഉപരാമഹ, ഈ മനസ്സിന് എപ്പോഴാണോ ആ മനസ്സെപ്പോഴാണോ ഉപരതി ഉണ്ടാവുന്നത്, അതെപ്പോഴാണോ ഉപരമിക്കുന്നത്, അപ്പോൾ നമുക്ക് നമ്മുടെ ആത്മസ്വരൂപത്തെ അറിയാൻ സാധിക്കും. വളരെ കൃത്യമായി ഉപനിഷത്തുകൾ ഗൗരവമായി, അടുത്ത ശ്ലോകവും ഇതിനോട് സമാനമായിട്ടുള്ളതാണ്, അതുകൊണ്ട് നമുക്കത് രണ്ടും കൂടി ഒരിക്കൽ കൂടി നോക്കണം. ഉപനിഷത്തുകൾ വളരെ കൃത്യമായി ഈ ആശയത്തെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ശകുനിയുടെ ദൃഷ്ടാന്തം ഛാന്തോഗ്യോപനിഷത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷി ഒരു ഒരു വള്ളിയിൽ അതിനെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഈ പക്ഷി പകല് മുഴുവനും പലയിടത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എവിടെയൊക്കെ പോകാൻ ശ്രമിക്കാമോ അവിടെയൊക്കെ പോകാൻ ശ്രമിച്ചിട്ട് അവിടെ നിന്നും അതിന് പറന്നു പോകാൻ സാധിക്കാതെ വരുമ്പോൾ പതുക്കെ തൻ്റെ ബന്ധനത്തിലേക്ക്, തന്നെ കെട്ടിയിട്ടിരിക്കുന്ന ചരടിൻ്റെ അറ്റത്തേക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബ്രൂസ്ലിയുടെ വളരെ പ്രസിദ്ധമായ ഒരു കൊട്ടേഷനുണ്ട്. ഈ ശരീരത്തിനെ പരിശീലിപ്പിക്കുമ്പോൾ ബ്രൂസ്ലി പറയുന്ന, അദ്ദേഹം ഒരു സാധനഘടന ചെയ്തിരുന്ന ഒരു ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആയിരുന്നു കേട്ടോ. ബ്രൂസ്ലി ഒരിക്കൽ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗോ ടു ദ ബേസിക്സ്. നിങ്ങൾ നിങ്ങളുടെ അടിസ്ഥാനത്തിലേക്ക് തിരിച്ചു പോകും. നിങ്ങളൊരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ അടിസ്ഥാനത്തിലേക്ക്, നിങ്ങളുടെ തുടങ്ങിയിടത്തേക്ക് തിരിച്ചു പോകൂ എന്നാണ്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനസ്സുമായി ജീവിക്കുന്ന നമ്മൾ, നമ്മുടെ പ്രശ്നം എന്താണ് എന്നറിയണമെങ്കിൽ ആ മനസ്സിന്റെ അറ്റത്തേക്ക്, ആ ശകുനി, ആ പക്ഷി അതിനെ കെട്ടിയിട്ടിരിക്കുന്ന ആ മരക്കുറ്റിയുടെ അറ്റത്തേക്ക് വന്നപ്പോൾ അവിടെയാണ് എനിക്ക് വിശ്രമിക്കാൻ പറ്റിയ ഇടം എന്ന് മനസ്സിലാക്കി. പകല് മുഴുവനും അലഞ്ഞു, സങ്കല്പം കൊണ്ടും വികല്പം കൊണ്ടും ചിന്ത കൊണ്ടും ഒക്കെ അലഞ്ഞ് വിവശനായ ഒരു ജീവനോട് ശ്രീമദ് ഭാഗവതം പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ റൂട്ടിലേക്ക് തിരിച്ചു പോകും. അന്നമയത്തിനും പ്രാണമയത്തിനും മനോമയത്തിനും വിജ്ഞാനമയത്തിനും കാരണമായ അണമുറിയാതെ ഉറ്റുപാർക്കും വിളക്ക് നിങ്ങളുടെ ഉള്ളിൽ കത്തുന്നുണ്ടായിരുന്നു. ആ വിളക്കിലേക്ക് തിരിച്ചു പോകും.
ആ വിളക്കിൽ നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാകും. അപ്പം ആ വിളക്കിനെ സ്മരിച്ചുകൊണ്ട്, ആ വിളക്കിനെ അനുസന്ധാനം ചെയ്തുകൊണ്ട്, ആ വിളക്ക് കെടാതെ കത്തിയാൽ, പലപ്പോഴും എണ്ണ തീർന്നു പോയത് നമ്മൾ അറിയില്ല, കരിന്തിരിയാവുന്നത് നമ്മൾ അറിയില്ല. കാരണം മനസ്സ് നമ്മളെ എവിടെയൊക്കെയോ കൊണ്ടുപോയി അവിടെ നിർത്തിയിട്ട് മനസ്സ് പോകുകയെ. ഏതൊക്കെയോ ലോകത്തിലെ സന്തോഷങ്ങളിൽ, ഏതൊക്കെയോ ബേക്കറികളുടെ മുന്നിൽ, ഏതൊക്കെയോ, ഞാൻ എൻ്റെ അനുഭവമായിട്ടോ പറയണേ, നിങ്ങൾക്കൊന്നും അങ്ങനെ ആവില്ല, ഏതൊക്കെയോ സിനിമാ ശാലകളുടെ മുന്നിൽ, ഏതൊക്കെയോ ഇഷ്ടങ്ങളുടെ മുന്നിൽ ഒക്കെ കൊണ്ടുപോയി നിർത്തിയിട്ട് മനസ്സ് തിരിച്ചു പോയിട്ടുണ്ടാവും. നമ്മളിപ്പോഴും അവിടെ നിൽക്കുന്നുണ്ടാവും. തിരിച്ച് ആ കെട്ടിയിട്ട കുറ്റിയില്ലേ, ഗോ ടു യുവർ ബേസിക്സ്. ആ ബേസിക്കാണ് ഭാരതത്തിൻ്റെ ജ്ഞാനമീമാംസ. ആ ബേസിക്കാണ് ഉപനിഷത്തുകൾ. ഉപനിഷത്തിലേക്ക് തിരിച്ചു വരൂ, മനസ്സിനെ അടക്കാനുള്ള മാർഗം അവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹംസഗുഹ്യത്തിലെ 4ാമത്തെ മനനമന്ത്രത്തിലൂടെ ശുദ്ധമായ ഹൃദയത്തിൽ വസിക്കുന്ന ഹംസരൂപിയായ നീരക്ഷീര വിവേകം ചെയ്യുന്ന ഒരു മനുഷ്യഭാവത്തിലേക്ക് നമുക്ക് എത്താനാകട്ടെ. അതാണ് ഹംസരൂപിയായ ഭഗവാനെ സ്മരിച്ചാൽ, അല്ലെങ്കിൽ ഹംസ സ്മരണ, അല്ലെങ്കിൽ ആ ഉപാസനയുണ്ടായാൽ ആ ഉപാസകന് ആ ഭാവം തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരു തിരിച്ചറിവിൻ്റെ ഭാവം ഉണ്ടാവട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഒരു ക്ലാസ്സും കൂടെ കൊണ്ട് ഞാൻ ഇത് പൂർത്തിയാക്കാം. ഞാൻ മുഴുവനും പൂർത്തിയാക്കണം എന്ന് വിചാരിച്ച് വളരെ വേഗത്തിലായിരുന്നു വിചാരിച്ചു വന്നത്. പക്ഷെ ഒന്നുകൂടെ കിട്ടുമെന്ന് അറിഞ്ഞത് എനിക്കും ഒരു ധൈര്യമാണ്. ഒരു ക്ലാസ്സും കൂടിക്കൊണ്ട് ഞാനിത് പൂർത്തിയാക്കാം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ഗുരുക്കന്മാരുടെയും സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇന്നത്തെ ഈ ഒരു ചിന്ത ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. നമസ്കാരം.